ഹലോ ഓൾ, ജ്ഞാനോദയ ലേണിംഗ് അക്കാഡമിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം കാര്യങ്ങൾ. ഇപ്പോൾ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും എളുപ്പമായി വിചാരിക്കുന്നു, നന്നായി എഴുതിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തൊക്കെയാണ് ഉത്തരങ്ങൾ എന്നൊക്കെ നോക്കാം. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇപ്പോൾ എങ്ങനെ കാണേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കോ എററോ സംഭവിച്ചെങ്കിൽ അത് നമുക്ക് ഫൈനൽ എക്സാമിലേക്ക് വരുമ്പോൾ റെക്ടിഫൈ ചെയ്യാം. എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മാർക്കിന് അനുസരിച്ച് എത്ര പോയിൻ്റ്, എങ്ങനെ പോയിൻ്റ് വൈസ് എഴുതാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് ഡീൽ ചെയ്യാം. അങ്ങനെയുള്ള കാര്യം നമുക്ക് നോക്കാം. പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് 29 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 1 മാർക്കിൻ്റെ ഉണ്ട്, 2 മാർക്കുണ്ട്, 3 മാർക്കിനുണ്ട്, 4 മാർക്കിൻ്റെ ഉണ്ട്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 100% അറിയായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് പക്ക അറിയാം. അതിപ്പോൾ 3 മാർക്ക് 10 പ്രശ്നം ആ മാർക്ക് നമ്മളെ സുരക്ഷിതമാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണും. രണ്ടാമത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെമിലാരിറ്റി ഉണ്ട്. നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും കംപ്ലീറ്റ് എവിടേക്കും ഓർമ്മയില്ല. പക്ഷേ എന്നാലും എവിടേക്കും അറിയാം, എന്നാലും അറ്റംപ്റ്റ് ചെയ്യുകയും വേണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നാമത്തെ ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ പക്കാ ബ്ലാങ്ക്. അത് നമ്മൾ ഈ മൊഡ്യൂൾ വൈസ് വരുമ്പോൾ പിക്ക് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഈ ഫെമിലാരിറ്റി ഉള്ള എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അറിയാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എടുക്കേണ്ടി വരും. എന്താണ്, നമുക്ക് ഫുൾ ബ്ലാങ്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചില സമയത്ത് മൊഡ്യൂൾസ് വരുമ്പോൾ നമുക്കത് ലീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അറ്റംപ്റ്റ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെമിലാരിറ്റി ഉള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടിട്ടുണ്ട്, എന്നാൽ കംപ്ലീറ്റ് അറിയാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. അത് ചെയ്യുമ്പോൾ മാർക്കിലേക്ക് വരുമ്പോൾ എങ്ങനെ പോയിന്റ് ഇടാം, അതിൽ നിന്ന് എങ്ങനെ മാക്സ്, ഇപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ നിന്നൊരു 3 മാർക്കോ ഒരു 3.5 മാർക്ക് നമുക്ക് എങ്ങനെ ഒപ്പിക്കാം, പകുതിക്കുള്ള മാർക്ക് അതിന് എങ്ങനെ നമുക്ക് ഒപ്പിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ പോയിന്റ് നമുക്ക് നോക്കാം. അതെങ്ങനെ സെറ്റ് ചെയ്യണം നമുക്ക് പറഞ്ഞുതരാം. നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുവാണ്. നമ്മൾ ആകെ ഫസ്റ്റ് ഒരു 10 സെക്കൻഡ് നമ്മൾ ആകെ തരിച്ചു. നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയില്ല, പഠിച്ചതുകൊണ്ട് പഠിക്കാത്തതുകൊണ്ട് എന്തൊക്കെയോ പേര്, പടം, ഡയഗ്രം, ഡയറക്ടർക്ക് നമുക്ക് ആകെ ടെൻഷൻ. നമ്മളിങ്ങനെ മറിച്ച് നോക്കും, ഇത് നോക്കി ഇവിടെ നോക്കി, എന്തൊക്കെയോ ടെൻഷൻ, ഡയഗ്രം, ഫോട്ടോ, നമ്മൾ ആകെ അറിയാവും. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ മൊഡ്യൂൾ വൈസ് നോക്കും. ഇത് 1 മാർക്കിൻ്റെയാണ്, നമുക്ക് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, 1-ൽ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 5 സെലക്ട് ചെയ്ത് നോക്കും. അപ്പോൾ സ്കിം ചെയ്ത് നോക്കും. നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ, ഒരു മൂഡിൽ തന്നെ നമുക്ക് പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ലേസി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എടുക്കാം, ഇത് ചിലപ്പോൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമായിരിക്കും, ഇത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമായിരിക്കും. ഇത് ഫിനോമിനൻ ട്രാൻസ്ഫോസിൻ്റെ ലൈറ്റിൻ്റെ ഫിനോമിനൻ എഴുതാൻ നമുക്ക് ചിലപ്പം കാണുമ്പോൾ അറിയാം, അത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമായിരിക്കും. ടെലസ്കോപ്പിൻ്റെ പേര് എഴുതുക, അത് അറ്റംപ്റ്റ് ചെയ്യുമായിരിക്കും. പവർ ഇൻ എ LCR സർക്യൂട്ട്, നമ്മളിങ്ങനെ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ, നമ്മളിങ്ങനെ പിക്ക് ചെയ്ത് വെക്കുക. എക്സാമിന് ഒരു ഫസ്റ്റ് 5 മിനിറ്റ് നമ്മളൊന്നും പ്രിപ്പയർഡ് ആവത്തില്ല, ആ ഒരു മൊമെൻ്റാണത്. ഇത് നമ്മൾ അറിയുന്നവർ എഴുതുമെടുക്കും, ഇത് നിൽക്കട്ടെ, അറിയുന്നവർ എഴുതുമായിരിക്കും. ഡയലക്ട്രിക് മീഡിയം വരുമ്പോൾ ഇതും അറിയുന്നവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ, ഇതൊരു 50-50 ആണ്. ഇത് നിൽക്കട്ടെ. അപ്പം 3 പക്ക എല്ലാവർക്കും അത്യാവശ്യം അറിയായിരിക്കും. സസെപ്റ്റിബിലിറ്റി ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ, ഇതും ഈ ഒരു ഇക്വേഷൻ പറഞ്ഞാൽ ഒരു സിമ്പിൾ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു സംശയത്തിൽ നിൽക്കും. ഇത് നോർത്ത് വെസ്റ്റ് വരുമ്പോൾ ആൻറ്റി ക്ലോക്കാന്ന് പറഞ്ഞാൽ അറിയുന്നത് ചിലപ്പോൾ ഇത് എടുക്കും. ഈ 4 ക്വസ്റ്റ്യൻ പക്കയാണ്, പക്ഷെ ഒരു മാർക്ക് ഉറപ്പിച്ചാൽ മാത്രമേ ആ സെക്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കും, ഒരെണ്ണം കിട്ടുന്നതായിരിക്കും. അപ്പോൾ 1 മാർക്കിൻ്റെ ഏരിയ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് അടുത്ത എന്താ, ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ സെലക്ട് ചെയ്യണം, 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് പോളിത്തീൻ ബാഗ് ഇലക്ട്രോണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇത് അറ്റംപ്റ്റ് ചെയ്യും. റെഫറൻസ് ചെയ്ത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കും, ഉറപ്പായിട്ടും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യും. ഗോസ്ലോ നമ്മൾ എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്തിരിക്കും, അറ്റംപ്റ്റ് ചെയ്യും. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അതിൻ്റെ ഇക്വേഷൻ അറ്റംപ്റ്റ് ചെയ്യും. ഈ 5, 3, 4 ക്വസ്റ്റ്യൻ എളുപ്പമാണ്. സെക്കൻഡ് 2 മാർക്കിൻ്റെ സെക്ഷൻ അത്യാവശ്യം എളുപ്പമാണ്. ഇത് അറിയാൻ മാത്രമേ ഇതിൻ്റെ സെൽഫ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ അറിയണം, ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഇച്ചിരി ഒരു കടുപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ്, ആ ഇക്വേഷൻ അറിയണം. രണ്ടാമത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇത് ഡയഗ്രാം വരച്ച് പഠിച്ചവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇതും കുറച്ച് കടുപ്പിക്കുന്ന ക്വസ്റ്റ്യൻ, ഇത് ഡയഗ്രാം അറിയാമെങ്കിൽ മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഒത്തിരി കൺഫ്യൂസിങ് ആണ്. പിന്നെ ഷേപ്പ് ഓഫ് ദ വെയർ ഫ്രണ്ട്, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത്യാവശ്യം എളുപ്പമാണ്. ഒരു 3-4 മാർക്ക് എന്തെങ്കിലും കിട്ടുന്ന 4x8 മാർക്ക് എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുന്ന സെക്ഷനാണിത്. ഇത് സിമ്പിളാണ്. ഇത് വേവ് ഫ്രണ്ട് ഷേപ്പ് മാത്രം 1 വേർഡ് എഴുതി വെച്ചാൽ അതിന് ഉത്തരം കിട്ടും. ഇത് അത്യാവശ്യം ഓക്കെയാണ്. ഇത് കടുപ്പിക്കുന്നത് 12-ഉം 13-ഉമാണ്. ലൈക്ക് കോമൺ മൈക്രോസ്കോപ്പിൻ്റെ പടം വരച്ചു പിടിക്കണം. നമ്മൾ റിഫ്ലക്ഷൻ ചാപ്റ്ററിൽ ലെൻസിൻ്റെ ഫോക്കസ് വെക്കുമ്പോൾ ലൈറ്റ് സെക്ഷൻ നമ്മളെല്ലാം വരച്ചു പിടിച്ച് കാണും. കോൺവെക്സിൻ്റെ കോൺകേവിൻ്റെ എല്ലാ പോർഷനും ഫോക്കസ് F1 F2 വരച്ച് നമ്മളെല്ലാം പഠിച്ചു കാണും. പക്ഷേ മൈക്രോസ്കോപ്പ് പഠിച്ചു എന്നുള്ളതാണ്, മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും നമ്മൾ പഠിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ചോദ്യം. അതറിഞ്ഞാൽ ഈ 1 മാർക്കും സുരക്ഷിതമാണ്. പക്ഷേ ഈ 2 മാർക്കിന് വേണ്ടിയിട്ട് അത് വരച്ച് സമയം കളയുന്നത് നല്ലത്, ബാക്കിയുള്ളത് എഴുതുന്നതായിരിക്കും നല്ലത്. അത് വേറൊരു കാര്യം. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നോക്കാം. അടുത്ത 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഡൈപോളിൻ്റെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ എനർജി എഴുതാം, ഇത് അറിയാമെങ്കിൽ എഴുതാം. ഇപ്പോൾ ഇനി സബ് ക്വസ്റ്റ്യൻ വരും 15-ൽ. ഇനി ഇതൊക്കെ ഈ ഇലക്ട്രോൺ പ്രോട്ടോണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് എളുപ്പമായി അത്യാവശ്യം കാണുമ്പോൾ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഡയാപ്പൽ, ഇത് ഒരിക്കലും വിടരുത്.
ഈ 3 മാർക്കിൽ ഒരിക്കലും വിടാൻ പാടില്ല ക്വസ്റ്റ്യൻ ഇത്. ഡയാപാരാമൈഡ് ഡിഫറൻസ് അതൊരിക്കലും ആരും വിടാൻ പാടില്ല, കാരണം ആ ടെസ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യാണ്, പ്രോബ്ലം ഇല്ലാത്ത ക്വസ്റ്റ്യൻ. അതെല്ലാവരും അറ്റംപ്റ്റ് ചെയ്താണെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൽഫ് ഇൻഡക്ഷൻ യൂണിറ്റ് ഇത് അറിയായിരിക്കും. പക്ഷേ മാൻഡി പൊട്ടൻഷ്യൽ എനർജി ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ച ഡയറക്റ്റായിട്ട് കിട്ടുന്ന സാധനമാണ്. ഇതും എഴുതാം, കാരണം ഇത് അത്യാവശ്യം പഠിക്കേണ്ട സാധനമാണ് അത്. രണ്ടാമത് VCLCR ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് കംപ്ലീറ്റ് സർക്കിൾ. ഇത് ഇത്തിരി കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യാണ്. ഇത് ഇത്തിരി കുഴപ്പിക്കും. ഇത് അറിയെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലെൻസ് മേക്കേഴ്സ് ഫോർമുല സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എഴുതാം, റൈറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്ത പ്രോബ്ലമാണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യാണ്. ഇത് മിസ്സാവരുത്. ഡയാപാരാഫെറോയുടെ ഡിഫറൻസ് എഴുതിയ കണക്ക് ഇത് മിസ്സാകാൻ പാടില്ലാത്ത ക്വസ്റ്റ്യനാണ്. പിന്നെ ഡാർക്ക് നമ്മൾ യങ്സ് ഡബിൾ സെറ്റ് പഠിക്കുമ്പോൾ ഡയറക്റ്റ് പഠിക്കുന്ന സാധനമാണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യാണ്. ഇത് A ഓക്കെയാണ്, B ഓക്കെയാണ്. ഇത് സിമ്പിൾ പ്രോബ്ലമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഇൻസ്റ്റൻറ്റേനിയസ് ആൾട്ടർനേറ്റീവ് കറണ്ട് പോലത്തെ പ്രോബ്ലത്തിനേക്കാൾ കുറച്ച് എളുപ്പമുള്ള പ്രോബ്ലമാണ് ഇത്. 20 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യാണ്. മൈക്രോവേവിൻ്റെ യൂസ് എഴുതുക. ഇത് സിമ്പിൾ ക്വസ്റ്റ്യാണ്. ഇപ്പോൾ 1, 2, 3, 4 ഒരു 4 ക്വസ്റ്റ്യൻ എളുപ്പമുണ്ട്. എല്ലാ സെക്ഷനിലും ഒരു 3 മാർക്കുള്ള എളുപ്പമുള്ള സെക്ഷനുണ്ട്. ഈ പേജ് കാണുമ്പോൾ കുറച്ച് ടഫ് തോന്നുമെങ്കിലും ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യാണ്. ഇത് നമ്മളത് മനസ്സിൽ വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നോക്കിയാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസാണ് ഇതിലും കാണുന്നത്. അപ്പോൾ അടുത്ത് നോക്കുമ്പം 4 മാർക്കിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പം ഇത് E1 എന്ന് പറഞ്ഞാൽ കുഴപ്പിക്കുക. നമുക്ക് എന്തോ സർക്യൂട്ട് കാണുന്നുണ്ട്, പക്ഷേ വായിക്കുമ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇത് വലിയ ഡയഗ്രമോ എന്തോ ഒരു ആനസ്ഥാനം ചോദിക്കാൻ നമുക്ക് തോന്നുമെങ്കിലും വെറും എഫക്റ്റീവ് എഴുതാൻ മാത്രം ചോദിച്ചേക്കുവാണ്. എഫക്റ്റീവ് ഇത് 1 മാർക്ക് സിമ്പിളായിട്ട് അടിക്കാം, പുട്ടുപോലെ അടിക്കാം. ഇതും ഇത് മറ്റേ റെസിസ്റ്റൻസ് റൂളോ ഒന്നും വലിയൊരു സർക്യൂട്ടിൻ്റെ ഒരു തിയറിൽ ചോദിച്ചേക്കുന്നത്. രക്ഷയില്ല, കൂട്ടിയും കുറച്ച് എഴുതുന്ന വെറും സിമ്പിൾ കാര്യമുണ്ട്. ഇത് വായിച്ചാൽ കിട്ടും. ഇത് ഭയങ്കര ഈസിയാണ്. മസ്റ്റ് അറ്റംപ്റ്റ് ക്വസ്റ്റ്യാണ് ഇത്. സ്നെൽസ് ലോ ഇത് ഹൈഗൻസ് പ്രിൻസിപ്പിളിൻ്റെ സ്നെൽസ് ലോ പഠിച്ചാണ്. സ്നെൽസ് ലോ നമ്മൾ ഓരോ പഠിച്ചാണ്, പക്ഷേ ഹൈഗൻസ് എത്ര രൂപ പഠിക്കുന്നുള്ള ഡൗട്ടാണ്. അത് ഇത്തിരി കുഴപ്പിക്കും. അത് ആ ഡയഗ്രാം വരച്ച് പഠിച്ചവർക്ക് വേണ്ടി, വേവ് ഫ്രണ്ടിൻ്റെ സംഭവം വരച്ച് പഠിച്ചവർക്ക് വേണ്ടി മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇത്തിരി കുഴപ്പിക്കും. ഇത്തിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യാണ്. രണ്ടാമത് ഫോക്കൽ ലെങ്തും റേഡിയസ് കർവേച്ചർ നമ്മൾ ഡെറിവേഷൻ. അത് സിമ്പിളാണ്. ഇത് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ബേസിക് സാധനമാണ്. ഇത്തിരി പാടാണ്, എന്നാലും അത് എല്ലാവരും പഠിക്കുന്ന ആ ചാപ്റ്റർ മിസ്സാവാതെ പഠിക്കുന്ന സാധനമാണ്. അത് എഴുതുമായിരിക്കും. ഇത് സിമ്പിൾ പ്രോബ്ലമാണ്, ഭയങ്കര സിമ്പിൾ പ്രോബ്ലം. ഇത് മസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇത് മസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ട്രാൻസ്ഫോമർ എനർജി ലോസ് ഇത് മസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇതാണ്. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ. V=IR എന്ന് പറഞ്ഞാൽ വേറെ സിമ്പിൾ ഇക്വേഷൻ ചെയ്യാൻ. ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതും ഈസിയാണ്. ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അത് 1 വേർഡ് എഴുതാവുന്നേ ഉള്ളൂ. EMFൻ്റെ ഒരു സിമ്പിൾ ഇക്വേഷൻ അത് അറിയാമെങ്കിൽ ഇത് ക്രാക്ക് ആവും. അത് ഒരു മീഡിയം ക്വസ്റ്റ്യൻ ആണ്. ഇത് മീഡിയം ലെവലാണ്, മീഡിയം ഹാർഡാണ്. ഇതൊരു ഇത്തിരി ടഫ് പ്രോബ്ലമാണ്. ആംബിയർ സർക്യൂട്ട് തിയറം ചിലവർ ഈ 1 മാർക്ക് എഴുതും. വാട്ട് ഈസ് ആംബിയർ സർക്യൂട്ട് തിയറം ചിലപ്പം ആ ക്രോസ് ഇൻ്റഗ്രലിൻ്റെ ഇക്വേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അത് അവർക്ക് എളുപ്പമായിരിക്കും. പക്ഷേ സെക്കൻഡിലേക്ക് വരുമ്പം യൂസിങ് ബയോ-സാവാർട്ട് ലോ. ഈ വാക്ക് ഫെമിലിയർ ആണ്, പഠിച്ചെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഇത് പഠിച്ചെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന ഒരു ടഫ് ക്വസ്റ്റ്യൻ. ഇത്തിരി ടഫാണ്, ഹാർഡ് ക്വസ്റ്റ്യാണ്. പിന്നെ ഫേസർ ഡയഗ്രാം നല്ല ക്ലാരിറ്റി വേണം. AC എന്ന് പറഞ്ഞ ചാപ്റ്റർ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ചാപ്റ്ററാണ് ഇത്. ഇത്തിരി ടഫാണ്, ചെറിയ ടഫാണ്. പഠിച്ചില്ല ഇംപെഡൻസ്. പിന്നെ LCR സർക്യൂട്ടിലേക്ക് വരുമ്പോൾ ഫ്രീക്വൻസി. ഇത് സിമ്പിൾ പ്രോബ്ലമാണ്, പക്ഷേ ഈ 3 മാർക്കിൻ്റെ ഫേസർ ഡയഗ്രാം അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് അറിയാമെങ്കിൽ മാത്രമേ ഇത് അറ്റംപ്റ്റ് ചെയ്യാവുള്ളൂ. ഇത് അത്യാവശ്യം ഈസി പ്രോബ്ലമാണ്, പക്ഷേ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. ഇത് അറിയെങ്കിൽ മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാനുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമില്ല വരും. ഈ 5 മാർക്ക് നമ്മൾ സെലക്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടും. പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഗ്ലാസ് പ്രസത്തിലേക്കുള്ള സംഭവം വരച്ച് ഡയഗ്രാം വരയ്ക്കാൻ അറിയാമെങ്കിൽ ഇതിൻ്റെ പകുതി മാർക്ക് കിട്ടും. എന്നാണ് 29ാമത്തെ ക്വസ്റ്റ്യനകത്ത് പ്രസന്റ് ഡയഗ്രത്തിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് പ്രസത്തിനകത്തുള്ള ലൈറ്റ് റിഫ്ലക്ഷൻ വരയ്ക്കാൻ അറിയാമെങ്കിൽ ആ ക്വസ്റ്റ്യനും കിട്ടും. അങ്ങനത്തെ ഒരു രീതിയാണ് ക്വസ്റ്റ്യൻ പോകുന്നത്. അപ്പം ഏകദേശം ക്വസ്റ്റ്യൻ നോക്കുമ്പം എല്ലാ സെക്ഷനിലും ഒരു 5 ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 3-4 ക്വസ്റ്റ്യൻ നമുക്ക് ഈസി കിട്ടും. ഒരു കുഴപ്പിക്കുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു 5 ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻ 5 സെലക്ട് ചെയ്തതിൽ 4 നമുക്ക് ഈസി കിട്ടുന്നുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് വരുന്നത്. പ്രോബ്ലം വരികയോ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്തപ്പെടുത്തുന്ന രീതിയാണ്. പക്ഷേ 5th ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേക്ക് ഒരു 2-3 ക്വസ്റ്റ്യനൊക്കെ എത്തി ടഫാണ്. പക്ഷേ എന്നാലും അതിൻ്റെ പകുതി കൊണ്ട് മാർക്ക് അടിക്കാം. അത്യാവശ്യം പഠിച്ചു പോകുന്ന ഒരാൾക്ക്, നന്നായി പഠിക്കുന്ന ആൾക്ക് നമ്മൾ ഫുള്ളായിട്ട് എഴുതാൻ പറ്റിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഓരോ ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് ഈസ് യൂസ് ഇൻ ലേസിക് ഐ സർജറി. ലേസിക് ഐ സർജറി യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇതാണ്. ഒന്നുമില്ല, UV റേസ് എന്നാണ്. UV റേസ് IR റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. നമ്മൾ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചു. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വലിയൊരു ക്ലാസ് എടുത്ത് ഗാമ, എക്സ്റേ, UV, വിസിബിൾ, IR, മൈക്രോവേവ്, റേഡിയോ എന്ന് പഠിപ്പിച്ചതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ന്യൂസ് ഓരോ നല്ല ടൈം എടുത്ത് പഠിപ്പിച്ചൊരു പോർഷനാണ്. അപ്പോൾ അത് നമ്മൾ ലേസിക് പഠിക്കുന്നതാണ്. ലേസിക്ക് UV റേസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ
അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്യാനി പഠിപ്പിച്ച സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. നെയിം ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് യൂസ്ഡ് ഇൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനകത്ത് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഗാമ ഉപയോഗിക്കുന്നതെന്നും ലേസിക്കലി UV ഉപയോഗിക്കുന്നു, കുക്കിങ്ങിന് മൈക്രോവേവ് ഉപയോഗിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻ. അതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. എന്താണ് ലേസിക് ഐ സർജറി, അതാണ് UV റേസ്. ഓക്കെ. പിന്നെ ഈ കുക്കിങ്ങിന് മൈക്രോവേവ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് കാരണം വാട്ടർ മോളിക്യൂൾസ് ഹീറ്റ് ആവുകയും അത് കാരണം ഫുഡ് കുക്കാവുകയും ചെയ്യുന്നുള്ള നമ്മൾ ടെക്നിക്കുകൾ പഠിച്ചിട്ടുണ്ട്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ, 1 മാർക്ക്, ഈസി, ഇൻ പോക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫിനോമിന ഓഫ് ലൈറ്റ് സപ്പോർട്ട്സ് ഇസ് ട്രാൻസ്വേഴ്സ് നേച്ചർ? എന്താണ് ആ വാക്ക്? പോളറൈസേഷൻ. നമ്മൾ പഠിച്ചില്ലേ പോളറൈസേഷനാണ് ട്രാൻസ്വേഴ്സ് നേച്ചർ. നമ്മൾ പഠിച്ചു ഒരു പോളറോഡിലൂടെ ലൈറ്റ് കടത്തി വിടുമ്പോൾ അങ്ങനെ ഇങ്ങനെയും ഇതാവുന്ന ലൈറ്റ് ഒരു ലൈനിലേക്ക് അലൈനാവും എന്നുള്ള രീതിയിൽ. അതെന്തോ അതിൻ്റെ ട്രാൻസ്വേഴ്സ് നേച്ചർ കാരണം. അത് 1 മാർക്ക്, സിംഗിൾ 1 മാർക്ക്, അത് കിട്ടും, ഈസി ക്വസ്റ്റ്യൻ. അടുത്തെന്താ? ടെലസ്കോപ്പ് വിത്ത് മിറർ ഒബ്ജക്റ്റീവ്സ് ആർ കാൾഡ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്. നമുക്ക് അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്ക്. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ പവർ ഡിസിപ്പേറ്റഡ് ഇൻ LCR സർക്യൂട്ട് റെഫറൻസിലുള്ളപ്പോൾ LCR സർക്യൂട്ടിലെ പവർ എന്താണെന്ന് ചോദിച്ചേക്കാണ്. സിമ്പിൾ ഇക്വേഷൻ ആണ്, അറിയാമെങ്കിൽ 1 മാർക്ക് പോക്കറ്റ് കിടക്കും. എന്താണ് ഇക്വേഷൻ? P = I²R. വേണമെങ്കിൽ ഭംഗി കൂട്ടാൻ വേണ്ടി V = IR നമുക്ക് അറിയാമല്ലോ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ വേറെ ഫോർമാറ്റിലേക്ക് എഴുതാം. എന്തൊക്കെയാണത്? P = Iക്ക് വരെ എന്താ V/I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ? P = V²/R² × R എഴുതുമ്പോൾ ഒരു 6 വെട്ടിപ്പോവും. P = V²/R എന്ന് എഴുതാം. അങ്ങനെ മാറ്റി തിരിച്ച് വേണമെങ്കിൽ എഴുതാം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. എന്താണ് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതാം, ഇത് എഴുതിയാലും മതി. P = I²/R. ഇതാണ് 1 മാർക്ക്. ഓക്കെ. അറിയാമെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. അറിയാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത്, ദ പ്രസൻസ് ഓഫ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. ഇതും കൺസെപ്റ്റ് അറിയണം. ഈ കാര്യം ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെക്കുമ്പോൾ എന്താണ് ഫോഴ്സ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്, 2 പോയിന്റ് ചാർജിന് ഇടയ്ക്കുള്ള ഫോഴ്സ് കൂടുകയോ കുറയോ. കാര്യം അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെന്താ? കുറയും. എന്താണ്? ഡിക്രീസസ്. എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്? ഡൈഇലക്ട്രിക് മീഡിയത്തിൽ ചെറിയൊരു ഇലക്ട്രിക് ഒരു ഇത് ഉണ്ടാവുകയും അത് ഈ ഫോഴ്സിനെ എഗൻസ്റ്റ് ആയിട്ട് റിപ്പല്ലിയും ചെയ്യുന്നത് കൊണ്ട് അത് ഡിക്രീസ് ആവുകയും ചെയ്യുന്നത് എന്നുള്ള രീതി കൺസെപ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ്. അപ്പോൾ നോക്കാം. അടുത്ത സസെപ്റ്റിബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് 5499. ഇറ്റ്സ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് അറിയുന്നവർക്ക് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞാൽ μR റിലേറ്റീവ് പെർമിറ്റിവിറ്റി = 1 + chi. ഇതാണ് ഇക്വേഷൻ. അതിനകത്ത് 1 + chi ആണിത്. 1 + 5499 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ? 550000. ഇതാണ് ഉത്തരം. ഇത് അറിയുന്നവർക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ, നോക്കി എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും സിമ്പിളാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ മസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നമ്മൾ ഈ +2 പഠിക്കുമ്പോൾ ഇലക്ട്രിക് കറണ്ട് മാഗ്നറ്റിസം ആദ്യം പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന കൺസെപ്റ്റാണ് നോർത്ത് പോൾ ഇൻസെർട്ട് ചെയ്യുമ്പോൾ എന്താ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്താ കറങ്ങും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകും. എത്രയേ ഉള്ളൂ. അതാണ് 1 മാർക്ക്. കിട്ടിയല്ലോ. ഓക്കെ. ഇപ്പം 1 മാർക്ക് സെക്ഷനിലാണ് കഴിഞ്ഞു. ഇനി നമ്മൾ 2 മാർക്ക് സെക്ഷനിലേക്ക് പോകാം. 2 മാർക്ക് സെക്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് എന്ന് പറയുമ്പോൾ കുറച്ച് പോയിൻറ്റ്സിൻ്റെ അകത്ത് ഒരു 2 പോയിന്റ് വരണം, 2 ലൈൻ വരണം. അതെങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം നമുക്ക് നോക്കാം. കാര്യങ്ങളിലേക്ക് കിടക്കാം. നോക്കിയോ, ഇതാണ് ക്വസ്റ്റ്യൻ. എ പോളിത്തീൻ പീസ് ഓഫ് വൂൾ റബ്ബർ ഈസ് ഫൗണ്ട് ടു ഹാവ് നെഗറ്റീവ് ചാർജ്. അതിൻ്റെ നെഗറ്റീവ് ചാർജ് എത്ര? 3 × 10⁻⁻⁷ ഉണ്ട്. എസ്റ്റിമേറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എന്താണ്? ഒരു പോളിത്തീൻ പീസ് ഒരു വൂൾ റബ്ബ് ചെയ്തപ്പോൾ നെഗറ്റീവ് ചാർജ് ഇത്രയും ആയി. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇതെന്താ കൺസെപ്റ്റ്? സിമ്പിൾ കൺസെപ്റ്റ്. എന്താണ്? ഒറ്റ വാക്ക്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. എന്താണ്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഇൻ അതർ വേർഡ്സ് എന്താ? Q = Ne. അപ്പോൾ N നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് കൊടുക്കുക. എന്താ? Ne = Q/E. ആ QV സബ്സ്റ്റിറ്റ്യൂട്ട്. Eയുടെ ചാർജ് എന്താ? Q3 × 10⁻⁷ 1.6 × 10⁻⁻19 കൂളം. അടുത്ത് കൊടുക്കുക. വെട്ടി ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. ഇതാണ് എൻ്റെ ഉത്തരം. ജസ്റ്റ് കാൽക്കുലേറ്റ് അടിച്ച ഉത്തരം കിട്ടും. ഇതാണ് കൺസെപ്റ്റ്. എന്താണത്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്താണെന്ന് അറിയുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് 1 വേർഡ് ആണ്, കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. 2 ഡിഫറൻസ് എഴുതി വെച്ചാൽ 2 മാർക്ക് കിട്ടും. എന്താ ചെയ്യേണ്ട? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞൊരു
ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ എന്താ, ഒരു ബുക്ക് എഴുതുമ്പോൾ എന്താ, ഒരു ഭംഗി വേണ്ടേ, 2 മാർക്ക് തരാൻ തോന്നുന്നുണ്ടേ. എന്താ ഇങ്ങനെ ഒരു ബോക്സൊക്കെ ഉണ്ടാക്കുക. എന്താ ഇത് പോയിൻറ്റ് ചാർജ് ആയിരിക്കും, എന്താ സ്റ്റഡി ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ ഒരു സ്റ്റേഷനറി ചാർജ് ആയിരിക്കും നിൽക്കുക ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഇത് മൂവിങ് ആകുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇതാണ് സൂപ്പർ പൊസിഷൻ ഉണ്ടെന്ന് പറയാം. രണ്ടിന് സൂപ്പർ പൊസിഷൻ ഉണ്ട്, അപ്പോൾ ഇത് സൂപ്പർ പൊസിഷൻ ഉണ്ടെന്ന് പറയാം. പിന്നെന്താ പറയുക, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, സ്റ്റേഷൻ ചാർജ്, മൂവിങ് ചാർജ്. ഓക്കെ, എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യൻ എത്തുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ചെറിയ ബോക്സൊക്കെ എഴുതി ഉണ്ടാക്കിയാൽ നമുക്ക് 2 മാർക്ക് തരാൻ തോന്നും. 2.5 ചിലപ്പോൾ ഇട്ട് തന്നു തരും. അപ്പോൾ ഇതാണ് 2 പോയിന്റ് പറയാം. സ്റ്റേഷനറി ചാർജിനാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്, ഇത് മൂവ് ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്, ഇത് രണ്ടും ചേഞ്ച് ആകുമ്പോഴാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാകുന്നത്. നമ്മൾ ചാപ്റ്റർ പഠിച്ചതാണ്. പിന്നെന്താ, ഇത് ആംഗിൾ ഇൻഡിപെൻഡൻ്റ് ആണ്, ഇത് ആംഗിൾ ഡിപ്പെൻഡൻ്റ് ആണ്. ഇത് ചെറിയ കാര്യങ്ങൾ എത്തി ഈ 2 മാർക്ക് കൈ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സ്റ്റേറ്റ് ഗോസ് ടു മാഗ്നറ്റിസം. നമ്മൾ ഘോരം ക്ലാസ്സിൽ പറഞ്ഞതും ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഗോസ് ലോ? ഈ നമ്മൾ ചാർജിൻ്റെ ഒരു ചാപ്റ്റർ പഠിച്ചത്. എന്ന് പറയുന്നത് ഒരു ചാർജിന് ചുറ്റും ഒരു ഗോസിയൻ സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ആ ഗോസിയൻ സർഫസിലോട്ട് എന്താണ് ഇന്നും ഔട്ട് ചാർജ് പോകുമെങ്കിലും അതിന് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ആൻഡ് ഔട്ട് സമ്മി എടുക്കുമ്പോൾ എന്താ 0 ആയിരിക്കും. അതാണ് ഗോസ്. അത് മാഗ്നറ്റിസത്തിലുണ്ടാകും കൺസെപ്റ്റ്. അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കാണ്. അപ്പോൾ 2 മാർക്ക് എന്ത് വേണം? 2 മാർക്ക് ഇങ്ങനെ അറ്റംപ്റ്റ് കാര്യം എഴുതിയേക്കാം. ഒന്ന് ഗോസ് ലോ എന്താ, ഒരു 1 ലൈനർ എഴുതുക. പിന്നെ എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഒരു ലൈൻ എഴുതുക മതി. നമ്മൾ പറയാം ആ കാര്യം എന്താണെന്ന് എഴുതുക, എന്നിട്ടൊരു 1 ലൈനർ ഇക്വേഷൻ എഴുതുക മതി. പിന്നെ നമുക്കൊരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കും, അവിടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. കോട്ട് ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം, ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് ഗോസിയൻ സർഫേസ് ഈസ് ഓൾവേസ് 0. ഇതാണ് സംഭവം. എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും നമ്മൾ ഒരു ഗോസിയൻ സർഫേസ് ഇങ്ങനെ ഇമാജിൻ ചെയ്യുവാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഔട്ടും പോകുന്നുണ്ട്, ഇന്നും വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ടോട്ടൽ ഇതെന്താവും നെറ്റ് 0 ആവും. നെറ്റ് എന്താണ്, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആവും. നമ്മൾ പഠിച്ചാണ് 0. അത് കാരണം എന്താ, ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ് സർഫേസ് ഈസ് 0. അത് പറയുന്ന തീരാണ് ഗോസ് ലോ. അപ്പോൾ എന്തായിരുന്നു, അപ്പം ഒരു 1 മാർക്ക് നമ്മൾ എന്ത് ചെയ്തു, അക്കോർഡിംഗ് ടു ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫേസ് ഈസ് 0. ഒരു പോയിന്റ് ആയേ, അതിന് 1 മാർക്ക് കിട്ടി. രണ്ടാമത്തെ മാർക്ക് എങ്ങനെയാ, രണ്ടാമത്തെ അതിൻ്റെ ഇക്വേഷൻ ആണ്. എന്താണ് ഇക്വേഷൻ? ഇത് ഫൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻ്റഗ്രൽ ബി ഡി എസ് ഈസ് ഈക്വൽ ടു 0. 2 മാർക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ പടം വരച്ചോ. ഒരു ഗോസി സർഫസ്, നമ്മൾ ക്യൂ ചാർജ് മാഗ്നറ്റിസിൻ്റെ ഒരു ഗോസി സർഫസ് വരച്ചിട്ട് ഇത് ഈക്വൽ ആക്കണം. ഇത് ഈ ഔട്ട് പോകുന്നതും ഇന്ന് പോകുന്നതും ഈക്വൽ ആക്കണം. അത് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ മാത്രം പടം വരയ്ക്കുക. അല്ലെങ്കിൽ കണ്ടൻറ്റും ആ ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇതെന്താ ചെയ്യേണ്ടത്? ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓരോ കാര്യം മാത്രം എഴുതേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എഴുതുന്നതിന് 1 മാർക്കായിരിക്കും, ഇതിന് 1 മാർക്കായിരിക്കും. ഇല്ല, അങ്ങനെ സ്പ്ലിറ്റ് വരിക. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ച്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കറണ്ട് ഫോം ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കാൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നുള്ള രീതിയിൽ കണ്ടന്റ് എഴുതുക. ഈ എക്സ്പ്രഷൻ എന്ത് എഴുതും? I ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു di/dt. ആ സംഭവം എഴുതി വെച്ചാൽ മതി. ഇതാണ് ID ഈസ് ഈക്വൽ ടു E0 d∅/dt. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്ന പോലും അവിടെ ഉണ്ടാകുന്ന കറണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അത് ഇക്വേഷൻ എഴുതുമ്പോൾ എന്താണ്, 1 മാർക്ക് കിട്ടി. ജസ്റ്റ് സിമ്പിൾ ഡെഫിനിഷൻ. എക്സ്പ്രഷൻ എഴുതുമ്പോൾ എന്താണ്, അതിന് 1 മാർക്കും കിട്ടും. ID എന്താ, കറണ്ട്. ഡി എന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോഴാണ് ID വരുന്നത്. ID ഈസ് ഈക്വൽ ടു E0 d∅/dt. 1 മാർക്ക് 1 മാർക്ക്. 2 മാർക്ക് സേഫ് ആണല്ലോ. ഓക്കെ, അടുത്ത് the current in a circuit falls from 5 ampere to 0 ampere in 0.1 second. If an average EMF of 200 volt is induced, calculate the self-inductance of the circuit. സിമ്പിൾ പ്രോബ്ലം ആണ്, 2 സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. കാര്യം അറിയാൻ കിട്ടിയ ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ചെയ്യുക? E ഈസ് ഈക്വൽ ടു L
di/dt. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇത് സിമ്പിളാണ്. ഓക്കെ, ഇത് പക്ഷേ എന്താ 5 ആംബിയറിൽ നിന്ന് 0 ആംബിയർ ചേഞ്ച് ഇൻ കറണ്ട് di ആണ് കാണിച്ചത്. di എന്താ 5 മൈനസ് 0 ബൈ dt എന്താ dt 0.1 സെക്കൻഡ്. അപ്പോൾ എന്ത് കിട്ടി 5/0.1 എന്താ 0.5 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും ഓക്കെ. എല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. EMF എന്താ 200 വോൾട്ട്. E = di/dt സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ എന്താ L = ഇത് കിട്ടി. അപ്പോൾ അത് E എന്താ 200 / ആ സാധനം 0.5 ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഇത് ഒന്നുമല്ല അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ആണ്. എന്നാൽ ഇക്വേഷൻ E = L di/dt. ഈ ക്വസ്റ്റ്യൻ കിട്ടുമെങ്കിൽ ആ 2 മാർക്ക് സേഫ് സോൺ. ഓക്കെ, ഇതാണ് ആ 2 മാർക്ക്. ഈ 2 മാർക്ക് ഡിമാൻഡ് ഈ ഇക്വേഷൻ അറിയുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. 2 മാർക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാ പഠിക്കുന്നത് എന്താണ്? കോൺവെക്സ് ലെൻസിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ പഠിക്കാറുണ്ട്. ഫോക്കസിന് ബിയോണ്ട് ഫോക്കസ്, ബിറ്റ്വീൻ F1 ആൻഡ് F2, ഇൻ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ലെൻസ് എല്ലാം പഠിച്ച്. പക്ഷെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരച്ച് പഠിച്ചോ? അതാണ് അതിൻ്റെ ഡിമാൻഡ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരച്ച് പഠിച്ചോ? ഈ ക്വസ്റ്റ്യനെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 2 മാർക്കിൽ സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. നമുക്ക് 5 മാർക്കിന് ക്വസ്റ്റ്യൻ, 4 മാർക്കിന് ക്വസ്റ്റ്യൻ ഇനി വീണ്ടും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ 2 മാർക്കിൽ ഈ ഡയഗ്രാം വരച്ചിരിക്കണോ അല്ലെങ്കിൽ സ്പീഡ് ഉണ്ട് വരയ്ക്കാനുള്ളവർ മാത്രം അറ്റൻഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ വരച്ച് പഠിച്ച് ശീലിച്ചവർ മാത്രം വരയ്ക്കുക. വരച്ച് ടൈം വരച്ചെടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ളവർ മാത്രം വരയ്ക്കുക. അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് വേറെ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് നമ്മൾ 2 ലെൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ഐ പീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചേക്കാണ്, മൈനസ് സാധനം വെച്ചേക്കാണ്. എന്നിട്ട് എന്തായി, ഇത് ഫോക്കസിൻ്റെ ഇപ്പുറത്താണ്. അപ്പോൾ എന്തിങ്ങനെ വന്നു, അത് ഇവിടെ ഇങ്ങനെ ഇത് ഇമേജ് ഫോം ചെയ്തു. ഐ പീസ് ഇവിടെ നിന്ന് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കണ്ണ് നമ്മളിവിടെ നോക്കുന്നു. അപ്പോൾ എന്താ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇതൊരു റഫ് ഡയഗ്രമാണ്. നിങ്ങൾക്ക് പഠിക്കുക. ഇതിങ്ങനെ മാഗ്നിഫൈഡ് ആയിട്ട് കിട്ടും. ഈ ഒരു ഡയഗ്രം നമ്മൾ വരച്ച് പഠിക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ടെസ്റ്റ് ഡയഗ്രം ഉണ്ടല്ലോ, ഇത് വരയ്ക്കാൻ അറിയുന്നവർ മാത്രം അറ്റംപ്റ്റ് ചെയ്യുക. അല്ലാത്തൊരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യരുത്. ടൈം വേസ്റ്റാണ്. 5 മാർക്ക് 4 മാർക്കിൻ്റെ വലിയ മാർക്കുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ കിടപ്പുണ്ട്. അല്ലാത്തത് അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ വേവ് ഫ്രണ്ട് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ്? ലൈറ്റ് ഡൈവേർജ് ഫ്രം എ പോയിന്റ് സോഴ്സ്. ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് ഡൈവേർജ് ചെയ്യുമ്പോൾ അവിടുത്തെ വേവ് ഫ്രണ്ട് എന്താണ്? ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. പോയിന്റ് ആണെങ്കിൽ എന്താ, ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇതിൻ്റെ സബ് ക്വസ്റ്റ്യനാണ് ഇൻട്രസ്റ്റിംഗ്. ലൈറ്റ് എമർജിങ് ഔട്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിലൂടെ എമർജിങ് ആവുന്ന ലൈറ്റ്. അതിൻ്റെ പിന്നെ പോയിന്റ് സോഴ്സ് സ്പേസ് അറ്റ് ഫോക്കസ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വേവ് ഫ്രണ്ട് എന്താണെന്ന് നമുക്കൊന്ന് വരച്ച് നോക്കാം. എന്താണ് ലൈറ്റ് എമർജിങ് ഫ്രം എന്താണ് ഒരു കോൺവെക്സ് ലെൻസിലൂടെ എമർജ് ചെയ്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്താ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ടാവും. എന്താണ് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ വേവ് ഫ്രണ്ട് വരിക. പ്ലെയിൻ വേവ് ഫ്രണ്ട്. കാര്യം അറിയാമെങ്കിൽ മാത്രം കിട്ടുന്ന 2 മാർക്കാണത്. കാര്യം അറിയാമെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഇത് 3 മാർക്ക് പോർഷനിലേക്ക് കടന്നിരിക്കുകയാണ്. 3 മാർക്കിലേക്ക് വരുമ്പോൾ എന്താ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു നോക്കാം. An electric dipole is placed in a uniform magnetic field. The electrostatic potential energy of the dipole system. ഒരു ഇലക്ട്രിക് ഡൈപ്പോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് വെച്ചേക്കാണ് ഒരു ഡൈപ്പോൾ. അപ്പോൾ എന്താ ടോർക്ക് നമ്മൾ പഠിച്ചാണ്, എങ്ങനെ ടോർക്ക് ഉണ്ടാവും എന്നൊക്കെ പഠിച്ചതാണ്. അപ്പം അതിന് അവിടെ ഉണ്ടാകും പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന്. പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ U മൈനസ് പി അല്ലെങ്കിൽ എന്താ മൈനസ് പി കോസ് തീറ്റ. സിമ്പിൾ ഐറ്റം അറിയാമെങ്കിൽ 1 മാർക്ക് ഇതാ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 1 ഫെർമി. ഫെർമി അറിയില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. ഫെർമി എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് എൻ്റെ ഒരു മെയിൻ സാധനം. ഫെർമി അറിയില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. കാൽക്കുലേറ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നോക്കാം. ഇലക്ട്രോണും പ്രോട്ടോണും അറിയാം. ഒരു നാണയത്തിന് 2 വശങ്ങളാണ്. ഒരേ ചാർജുള്ള സംഭവങ്ങളാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള സാധനങ്ങളാണ്. അപ്പം അത് ഓക്കെ. എന്താണ് ഫെർമി? ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ബാക്കി നോക്കുമ്പോൾ എന്താ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി ആ സെക്ഷനിൽ 3 മാർക്കിനകത്ത് ഇത് പോയി കഴിഞ്ഞാൽ 5 തെകയത്തുമില്ല. ഫെർമിയാണ് പ്രശ്നം. ഫെർമി ബുദ്ധിമുട്ടിച്ച് കുറച്ച് പേര് കാണുമായിരിക്കും ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ. ഫെർമി ആക്ച്വലി എത്രയാണ്? സിമ്പിൾ. ഫെർമി ഈസ് ഈക്വൽ ടു 1 ഫെർമി ഈസ് ഈക്വൽ ടു
10⁻⁻15 ആണ് എന്നുള്ള സംഭവം അറിഞ്ഞിരിക്കുക. 10⁻⁻15 മീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? U = 1/4πε0 Q1 Q2/R². Q1 Q2/R, ഇതാണ് സംഭവം, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/4πε0 എന്ന് പറഞ്ഞാൽ എന്താ? 9 × 10⁻⁹. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q1 Q2 ഇലക്ട്രോണും Q1 ഉണ്ട് Q2 ഉണ്ട്. എന്താ വ്യത്യാസം? പോസിറ്റീവ് നെഗറ്റീവ് വരും. ഇപ്പോൾ എന്താ 1.6 × 10⁻⁻19. പോസിറ്റീവ് എന്നാൽ എന്താ? പ്രോട്ടോണിന് നമ്മൾ എഴുതി ഇൻറ്റു. ഇനി നെഗറ്റീവ് എന്താ? ഇലക്ട്രോണിൻ്റെ ആണ്. എന്താ? സെയിം സാധനം, -1.6 × 10⁻⁻19 ഒന്നുകൂടെ എഴുതണം. ഇനി ആർ എന്താ? ഫെർമി 10⁻⁻15. കാൽക്കുലേറ്റർ അടിക്കുക, ഉത്തരം അടിക്കുക. സിമ്പിൾ സംഭവം. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഡയാപാരഫെറോമാഗ്നറ്റ്. ആ ചാപ്റ്റർ നമ്മൾ വിടാതെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ നമ്മൾ ചാപ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയാപാരമാഗ്നറ്റിൻ്റെ ഡിഫറൻസ് നമ്മൾ പഠിക്കാതായിട്ട് ആരും കാണത്തില്ല. അതോ പഠിക്കാതെ പോയില്ലെങ്കിൽ അത്രയും സീരിയസ്നെസ് ഇല്ലാതെ പോയെന്നാണ് കരുതേണ്ടത്. ഇതാരും പഠിക്കാതെ പോകുന്നൊരു പോർഷനാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതിപ്പോൾ 2 പ്രോപ്പർട്ടി എന്താണ്? 2 പ്രോപ്പർട്ടീസ് എഴുതിയാൽ മതി. നമ്മൾ നല്ല കോരം പഠിപ്പിച്ചാണ്. എന്താണ്? ഡയാപാര ആൻഡ് ഫെറോ. അപ്പോൾ ഡിഫറൻസ് നോക്കാം. എന്താണ്? ഫെറോ ഇതിപ്പം നമ്മളൊരു ബോക്സ് എഴുതാം. ഫെറോ പാരാമാഗ്നറ്റിക് ഡയാമാഗ്നറ്റിക്. എന്താണ് ഡിഫറൻസ്? 2 പോയിന്റ് നമ്മൾ എന്ത് എഴുതും? 2 പോയിന്റ്സ് ഈച്ച് മതി. 3 പോയിന്റ്. അപ്പോൾ എന്താ? ഇപ്പം എൻ്റെ സോൾഡ് ലിക്വിഡ് നമ്മൾ സ്റ്റേറ്റ് വെച്ച് പറഞ്ഞു, അതൊന്നും വേണ്ട. അപ്പോൾ ഇതിനകത്ത് എഴുതേണ്ടത് ഫെറോമാഗ്നറ്റിക് എന്ന് പറയുന്നത് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. അതാണ് അതിൻ്റെ കീവേഡ്. അത് എഴുതുക. പാര എന്താ? ഒരു വീക്ക്ലി അട്രാക്റ്റഡ് നമ്മൾ പഠിച്ചതാണ്. ഡയമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്ക്ലി റിപ്പൽ ചെയ്യുന്ന പഠിച്ചാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ്, മെയിൻ പോയിന്റ് എഴുതാൻ പറ്റുന്ന ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ എന്താ? ഇത് പെട്ടെന്ന് ഒരു സ്ട്രോങ് വീക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇത് മൂവ് ചെയ്യും. ഇത് സ്ലോലി മൂവ് ചെയ്യും. ഇത് സ്ട്രോങ് ഏരിയയിൽ നിന്ന് വീക്ക് ഏരിയയിലേക്ക് മൂവ് ചെയ്യും. എന്താണ് ഡിഫറൻസ്? ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഈ മെറ്റീരിയൽസ് വെക്കുമ്പോൾ ഫെറോ മാഗ്നറ്റിക് ആണെങ്കിൽ വീക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് സ്ട്രോങ് റീജിയനിലേക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് മൂവ് ചെയ്യും. പക്ഷെ പാരയാണെങ്കിൽ ഇത് സ്ലോലി മൂവ് ചെയ്യും. പക്ഷേ ഡയമൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോങ് ഏരിയയിൽ നിന്ന് വീക്ക് ഏരിയയിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കും. ഇതൊക്കെയാണ് ഡിഫറൻസുകൾ. ഇതിങ്ങനെ ബോക്സ് വെച്ച് എഴുതിയാൽ നന്നായിരിക്കും. ഒരു 3 മാർക്ക് നമ്മൾ വ്യക്തമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യാണ്. 1 മാർക്ക്, 1/2 മാർക്ക് പോലും ആരും കുറയ്ക്കില്ല ആ 2 പോയിന്റ് വെച്ച് എഴുതുക. പിന്നെ വേറെ എന്തൊക്കെ പറയുന്നുണ്ട്? നമ്മൾ സോൾഡ് ആണ്. ഫെറോമാഗ്നറ്റിക് സോൾഡ് ആയിരിക്കും. പാരാമാഗ്നറ്റിക് സോൾഡ് ലിക്വിഡ് ഗ്യാസ് ആയിരിക്കും. പിന്നെന്താ? ഇത് ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണൽ ഫീൽഡ് കളഞ്ഞാലും അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അത് പ്രിസർവ് ചെയ്യും. പാരാമാഗ്നറ്റിക് ഡയമാഗ്നറ്റിക് അത് പ്രിസർവ് ചെയ്യില്ല. അത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. 2 പോയിന്റ് മാത്രം മതി ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ദ യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ്. അതാണ് ഒരു ക്വസ്റ്റ്യൻ. എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സോളിഡ് നോഡ്. 2 പഠിച്ച കാര്യങ്ങളാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യങ്ങളാണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് നോക്കേണ്ടത്? സെൽഫ് ഇൻഡക്റ്റൻസ് യൂണിറ്റ് എന്താണ്? നല്ല പേരല്ലേ? ഹെൻറി രാജകുമാരൻ്റെ പേരാണ്. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് 1 മാർക്ക് കിട്ടി. പക്ഷെ തീർന്നില്ല. ഈ 3 മാർക്ക് 2 മാർക്കിന് വരുന്നുള്ളൂ. എന്താണ്? ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇതാണ്. അതെന്തിനാ? സോളിനോട് എന്താ അറിയാമല്ലോ? ഒരു കോയിൽഡ് എൻഡിങ് ലൂപ്പാണിത് സോളിനോട്. അതിൻ്റെ ഇത് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ചെയ്ത് എങ്ങനെ എഴുതുന്നത്? ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ബുക്ക് പഠിച്ച ഡയമെൻഷൻ ഫോമിൽ കൂടി പഠിച്ചായിരുന്നു. അതാണ് ഈ എഴുതിയേക്കുന്നത്. L = ml² T⁻⁻2 A⁻² എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ടെസ്റ്റ് ബുക്ക് പഠിച്ച സാധനമാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ടെസ്റ്റ് ബുക്ക് ക്രിസ്മസ് എക്സാം ചോദിച്ചത് യൂണിറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ രീതി കൺസെപ്റ്റ് വൈസ് ഡയമെൻഷൻ ഫോമിൽ കൂടി എഴുതിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് യൂണിറ്റ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ചിലപ്പോൾ ഫൈനൽ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം ഡയമെൻഷൻ ഫോമിൽ കൂടി വരാം. ഡയമെൻഷൻ ഫോമിൽ എന്താ? ml² T⁻⁻2 A⁻². ഉണ്ടോ? ഇത് ഡയമെൻഷൻ ഫോമിൽ ഓർത്തിരിക്കുക. ഇത് ഫൈനൽ എക്സാം ചിലപ്പോൾ ചോദിക്കാം. യൂണിറ്റ് ചോദിച്ചതുകൊണ്ട് മാറി വരാം. ഉത്തരം നിൽക്കട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സോളിനോഡ്. ഇതും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യാണ്. സോളിനോഡ് എന്താ നമുക്കറിയാമല്ലോ. എന്താണ് സോളിനോഡ്? ഒരു കോയിൽഡ് ലൂപ്പ് ഇങ്ങനെ പോകുന്നു.
സോളിഡ് നോഡിനകത്ത് വരുമ്പോൾ എന്താണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. അപ്പം അവിടെ നമ്മളൊരു കറണ്ട് സപ്ലൈ കൊടുക്കുന്നു, ഒരു ബാക്ക് EMF ഉണ്ടാകുന്നു. എന്താണ് അവിടെ എനർജി വരുന്നത് എങ്ങനെയാണ്? അവിടെ ബാക്ക് EMF ഉണ്ടാകുമ്പോൾ ഇത് നമ്മൾ ഉണ്ടാകുന്ന ലൂപ്പിലെ കറണ്ടിനെതിരെ ഒരു വർക്ക് ചെയ്യുന്നത് കൊണ്ടാണല്ലോ അവിടെ EMF ഉണ്ടാകുന്നത്. അവിടെ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നുള്ളതാണ് ഇക്വേഷൻ. എന്താണ് എൻ്റെ ഇക്വേഷൻ? നമുക്ക് എഴുതി വെക്കാം. ആ dW സ്മാർട്ട് dW/dt E ഇൻറ്റു EI. E എന്ന് പറഞ്ഞാൽ എന്താ? L ഇൻറ്റു DI/dt ആണ് ഇല്ലേ? L ഇൻറ്റു DI/dt ആണ്. ഈ ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓർക്കും. ഇപ്പോൾ dW/dt L DI/dt ഇൻറ്റു I. ഇത് ചെറിയ വർക്കാണ്. അപ്പോൾ ഫുൾ വലിയ വർക്കിന് പിടിക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം എന്നാണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വലിയ വർക്ക് W = ഇൻറ്റഗ്രേഷൻ L പുറത്ത് വരും, I DI/dt ആവും. അപ്പോൾ dt എന്താണ്? 0 ആയിപ്പോൾ I DI എന്താണ്? I²/2 അപ്പം W = ½ Li² എന്ന് കിട്ടും. ഇതാണ് എൻ്റെ ഇക്വേഷൻ. എൻ്റെ മെയിൻ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. W = ½ Li². ഇത് എഴുതിയ 2 മാർക്കാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ 2 മാർക്കിട്ട് എന്ത് ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയാം. ആ സർക്യൂട്ട് സോളിനോട് സർക്യൂട്ട് വരയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ 1/2 മാർക്ക് കിട്ടി. ഇതൊരു 1/2 മാർക്ക് കിട്ടി. ഇനി എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? dW/dt E ഇൻറ്റു I. ഇതൊരു 1/2 മണിക്കൂർ, ഇതൊരു സ്റ്റെപ്പാണ്. ഇനി ഈ എന്താണ്? L DI/dt. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? ഒരു 1/2 മാർക്ക് കിട്ടും. ഓക്കെ, ഇത് ഇനി നമ്മൾ തിരിച്ചിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഇക്വേഷൻ എഴുതുകയാണ്. W = ½ Li² എന്ന് എഴുതുന്നു. അതൊരു മാർക്ക് കിട്ടും. അങ്ങനെയാണ് ഡിവിഷൻ പോകുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആറിന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an AC voltage V = Vm sin ωt is applied across a capacitor C. Derive an equation for the instantaneous current. Vm sin ωt എന്ന് I കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് തരാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ ദ കപ്പാസിറ്റർ ഓഫ് എ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് AC. അത് 1 മാർക്ക്. നമുക്ക് അതിലേക്ക് വരാം. ഈ 2 മാർക്ക് അറിയുന്ന വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് AC ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വലിയ സംഭവമുണ്ട്. ഈ ഇൻഡക്ടർ വെച്ചുള്ള സർക്യൂട്ടുണ്ട്, കപ്പാസിറ്റർ വെച്ചുള്ള സർക്യൂട്ടുണ്ട്, റെസിസ്റ്റർ മാത്രം വെച്ച സർക്യൂട്ടുണ്ട്. ഇത് 3 വെച്ച് LCR സർക്യൂട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് പഠിക്കുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പഠിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ സർക്യൂട്ടാണ്. എന്താണ്? നമ്മളൊരു വോൾട്ടേജ് കപ്പാസിറ്ററിന് ക്രോസ് വരുമ്പോൾ ഉള്ളൊരു സംഭവം. ഇത് AC വോൾട്ടേജ് ഒരു കപ്പാസിറ്ററിൻ്റെ സർക്യൂട്ടിനകത്ത്, കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ ഒരു AC അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ വിയുടെയും ഐയുടെയും വാല്യൂ നമ്മൾ പഠിച്ചാണ്. അത് അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യാണ്. എന്താണ്? നമ്മൾ ആ ചാപ്റ്ററിൽ ഇൻഡിവിജ്വലായിട്ട് കപ്പാസിറ്റർ കൊടുത്തും ഇൻഡക്ടർ കൊടുത്തും റെസിസ്റ്റർ കൊടുത്തും പഠിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് വിയും ഐയുടെയും വാല്യൂ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് സിമ്പിൾ ക്വസ്റ്റ്യാണ്. അത് വായിച്ച് നോക്കി പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ. വി എന്താണ്? V = Vm sin ωt ഇല്ലേ? ശ്രദ്ധിക്കട്ടെ. Q = CV. അതിന് ഐയുടെ വാല്യൂ നമ്മൾ എഴുതും. I = DI/dt. ഈ എന്താ? Vm sin ωt എഴുതിയല്ലോ. ഈ d/dt നമ്മളിത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? Vm ഇങ്ങനെ കിട്ടും. എന്താണ്? Vm/1/C ω എന്നിട്ട് എന്താ? നമ്മുടെ മറ്റേ ഫോമാറ്റ് എന്താ? ഇതെന്താ? ഇത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ അതിനെ നമ്മൾ ചുരുക്കം ചേർത്തിട്ട് IM എന്ന് എഴുതും. ഇതെല്ലാം ചേർത്ത് IM എന്ന് എഴുതും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. I = Im sin ωt. ഈ 2 മാർക്ക് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു മാർക്ക്. എന്താ? ഇതൊരു 1/2 മാർക്ക് അല്ലെങ്കിൽ 1/2 മാർക്ക് ഡയഗ്രാം വേണം. ഡയഗ്രാം മസ്റ്റാണ്. എന്നിട്ട് ഈ ഇക്വേഷൻ എടുത്തെഴുതുന്നതിൽ ഒരു 1/2 മാർക്ക് വരാം. ഓക്കെ, എന്നിട്ട് ഇതിന് 1/2 മാർക്ക്. ഈ 2 സ്റ്റെപ്പ് വരുന്നതിൽ 1/2 മാർക്ക് വരും. ഇത് ഫൈനൽ ഇക്വേഷൻ 1/2 മാർക്ക്. ഇതാണ് എൻ്റെ സ്പ്ലിറ്റ് വരുന്നത്. എന്തൊക്കെയാണ്? ആ ഡയഗ്രാം നമുക്ക് വേണം. ഡയഗ്രാം മസ്റ്റാണ്. ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ട് ഇത് എഴുതുന്നതിന് ഒരു 1/2 മാർക്ക് കിട്ടും. എന്നിട്ട് ഈ 2 സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാൻ വേണമെങ്കിൽ എഴുതി കാണിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കാം. സ്റ്റെപ്പ് കുറയ്ക്കാം. ഇക്വേഷൻ എഴുതാം, ലാസ്റ്റ് ഇക്വേഷൻ എഴുതാം. ഇത് മസ്റ്റാണ്. അതാണ് അതിൻ്റെ സ്പ്ലിറ്റ് വരുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താ? നമ്മൾ ഒന്നുകൂടെ എഴുതാം. I = Im sin ωt + π/2. ഓക്കെ, ഇതാണ് സംഭവം. ഇനി അടുത്ത 1 മാർക്കിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് വാട്ട് ഈസ് ദ ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ ദ കപ്പാസിറ്റർ ഓഫ് എ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് AC. ഒരു AC യുടെ കംപ്ലീറ്റ് സൈക്കിളിൽ കപ്പാസിറ്ററിൽ
കപ്പാസിറ്റർ കൺസ്യൂം ചെയ്യുന്ന എനർജി എത്രയാണ്? മുട്ട 0, എഗ് 0, 0 എന്നൊക്കെ പറയാം. ഇതാണെങ്കിൽ ആ 1 മാർക്ക് കിട്ടും. സിമ്പിൾ കാര്യം. ഓക്കെ, ഇത് ഒരു നല്ല ക്വസ്റ്റ്യനാണ്. നല്ല ക്വസ്റ്റ്യൻ. ഈ ഒരു പോർഷനിൽ പഠിച്ച് പോയവർ ഒരിക്കലും വിടാൻ പാടില്ലാതെ ചെയ്യേണ്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണിത്. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. റൈറ്റ് ലെൻസ് മേക്കർ ഫോർമുല 1 മാർക്ക്. അടുത്ത ആ പ്രോബ്ലം വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു, ആ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഈ പ്രോബ്ലമാണിത്. നമുക്ക് എഴുതി വെക്കാം. വാട്ട് ഈസ് ലെൻസ് മേക്കർ ഫോർമുല? കൂടെ എഴുതണേ. ലെൻസ് മേക്കർ ഫോർമുല 1/f = n21 - 1 × 1/r1 - r2. ഇത് ലെൻസ് മേക്കർ ഫോർമുല. 1 മാർക്ക് കിട്ടിയേ, 1 മാർക്ക്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഇത് കാണുമ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നുമെങ്കിൽ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ ടഫായിട്ട് തോന്നുമെങ്കിൽ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ഇത്. ഒന്ന് വായിച്ചു നോക്കാം. എ ഡബിൾ കോൺവെക്സ് ലെൻസ് ആർ ടു ബി മാനുഫാക്ചർഡ് ഫ്രം ദ ഗ്ലാസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 1.55 വിത്ത് ബോത്ത് ഫേസസ് ഓഫ് ദ സെയിം റേഡിയസ് ഓഫ് കർവേച്ചർ. ആറ് സെയിം ആണ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ കർവേച്ചർ റിക്കോർഡ് ഇഫ് ദ ഫോക്കൽ ലെങ്ത് ഈസ് 20 സെൻറ്റിമീറ്റർ? 20 സെൻറ്റിമീറ്റർ. അങ്ങനെ ആണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? അവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കുക. 6 കണ്ടുപിടിക്കേണ്ടത്. ഇതേ സെയിം ഇക്വേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം തരും. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മര്യാദ അല്ലെങ്കിൽ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കണ്ടന്റ് എഴുതിയെടുക്കണം. N2 തന്നിട്ടുണ്ട്. N1 1 എടുക്കുക. ഗ്ലാസും എയർ 1 എടുക്കുക, 1 എടുക്കുക. എന്നിട്ട് എന്താ എഫ് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. 6 കണ്ടുപിടിക്കണം. സെയിം ഇക്വേഷൻ ആണ്, ഞാൻ എടുത്തിരുന്നില്ല. സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 6 കണ്ടുപിടിക്കേണ്ടത്. 6ൻ്റെ ഒരു പ്രത്യേകത, 6 സെയിം ആണ്. അപ്പോൾ എഫ് എന്താ 1/20. എന്താ വേണ്ട എഫ് എന്താ 20. N2/N1 N21 എന്ന് പറഞ്ഞാൽ എന്താ? N2/N1. അതങ്ങനെ എടുത്തെഴുതുക. അതാണ് 1.55/1 - 1 × 6. 6 സെയിം ആണ്. R1 = 6, R2 = -6 വരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഡബിൾ കോൺവെക്സ് ലെൻസിൽ സെയിം ഇത് വരുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും ഇരിക്കുക. നെഗറ്റീവ് സൈഡിലും ഇരിക്കുന്നത്. ഡബിൾ കോൺവെക്സ് ലെൻസ് നമുക്ക് കണ്ടിട്ടില്ല, ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ആ പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവിലാണ് ഇരിക്കുന്നത്. +6 -6 വരും. അതങ്ങനെ എടുക്കുക. അപ്പോൾ എന്താ 1/r - 1/-r. ഈ മൈനസ് പ്ലസ് ആവും. അതാണ് അവിടുത്തെ ടെസ്റ്റ്. ഇത് ശ്രദ്ധിക്കണം. ഇവിടെ ടെസ്റ്റ് വരുന്നുണ്ട്. ഈ ടെസ്റ്റ് ശ്രദ്ധിക്കണം. അത് പ്ലസ് ആവും. 1.55/r. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ എന്താ 6 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ 6 ഉത്തരം എന്ത് കിട്ടുമെന്ന് വെച്ചാൽ r = 2.2 സെൻറ്റിമീറ്റർ കിട്ടും. ഇതാണ് കൺസെപ്റ്റ്. ഇതാണ് ആ ക്വസ്റ്റ്യൻ രീതി. എന്താണ് ഇക്വേഷൻ? വാട്ട് ഈസ് ലെൻസ് മേക്കർ ഫോർമുല? ലെൻസ് മേക്കർ ഫോർമുല നീളത്തിൽ എഴുതി വെക്കുക. 1 മാർക്ക്. രണ്ടാമത്തെ ഇക്വേഷൻ വായിക്കുക. എഫ് എഴുതി, N1 N2 എഴുതി. 6 എന്താ? 6 സെയിം വരുവാണ്. 6 - 6 എന്ന് എഴുതി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഉത്തരം 2.2 കൈക്കൂട്ട് അടിച്ചിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഇത് നമ്മളിവിടെ നല്ല രീതിയിൽ പഠിച്ച ഒരു ടോപ്പിക്കാണ്. എന്താണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അതിനെ ബേസുള്ള പ്രോബ്ലമാണിത്. റൈറ്റ് ദ കണ്ടീഷൻസ് ഫോർ ഗെറ്റിംഗ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ഇൻ ഇൻ്റർഫറൻസ് പാറ്റേണിൽ ഡാർക്കും വൈറ്റ് ബാൻഡും കിട്ടാനുള്ള കണ്ടീഷൻസ് എന്താണ് കണ്ടീഷൻ വേണ്ടത്? ഒരു കണ്ടീഷൻ എഴുതിയാൽ മതി. നമുക്ക് 2 കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അത് എഴുതാം. അത് 1 മാർക്ക്. കാര്യം എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. 1 മാർക്ക്. രണ്ടാമത്തെ പ്രോബ്ലം ഉണ്ട്. എന്താണ്? ഇനി യങ്സ് ബോൺലെസ് ഡബിൾ, അത് നമുക്ക് അതിലേക്ക് പറഞ്ഞിട്ട് വരാം. എന്താണ് കണ്ടീഷൻ? ഡാർക്കും ബ്രൈറ്റും. നമ്മൾ ഇവിടെ പഠിപ്പിച്ചപ്പോൾ ഉള്ളത് കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും എടുത്ത് പറഞ്ഞാൽ പഠിപ്പിച്ചത്. എങ്ങനെയാണ്? നമ്മളിവിടെ ബ്രൈറ്റ് ബാൻഡിൻ്റെ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്നും ഡാർക്ക് ബാൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ഇട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. അതാണിത്. സിമ്പിളായിട്ട് ഡാർക്കും ബ്രൈറ്റ് ബാൻഡും ചോദിച്ചത്. അതിൻ്റെ കണ്ടീഷൻ എന്താ നോക്കി പറഞ്ഞോളാം. എന്താ കണ്ടീഷൻ? ഡാർക്ക് ബാൻഡ് കിട്ടാൻ എന്താ വേണ്ടത്? 2n - 1 λ/2. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഡാർക്ക് ബാൻഡ് കിട്ടുമെന്നും ബ്രൈറ്റ് ബാൻഡ് എന്താ? d = n λ. ഇത് എഴുതി വെച്ചാൽ ഇതെന്താ? ഇത് ബ്രൈറ്റ്, ഇത് ഡാർക്ക്. ഇത് 1 മാർക്കാണ്. ദിസ് ഈസ് 1 മാർക്ക്. 1 മാർക്ക് കിട്ടി. ഇത് 1 മാർക്ക്. ഇതൊരു കണ്ടീഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഇത് കൊഹറൻസ് വോയിസ് ആയിരിക്കണം. അതാണ് കൊഹറൻസ് വോയിസ് ആയിരിക്കണം. കൊഹറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? യങ്സ് ഡബിൾ സ്ലിറ്റ് എന്ന പേരെന്താ വന്നത്? ഇങ്ങനെ ഒരു 2 സ്ലിറ്റ്. എന്തിനാണ് 2 സ്ലിറ്റ് ഇട്ടത്? ഒരു ഇൻഡിഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ എന്താണ്? ലൈറ്റ് കൊഹറൻ്റ് ആയിരിക്കണം. കൊഹറൻ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ തരത്തിലും അതിൻ്റെ ഫേസ് വേറെ സെയിം ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫേസ് സെയിം ആയിട്ടുള്ള 2 സോഴ്സ് ഇല്ല.
ഈ ലോകത്ത് ഫേസ് ചെയ്യാൻ വേണ്ടി 2 ലൈറ്റ് സോഴ്സ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരു ലൈറ്റ് സോഴ്സിനെ എന്താണ് 2 സ്ലിറ്റിലൂടെ കടത്തി വിട്ട് സെയിം ഫേസ് ആണെന്ന് കാണിച്ച് ആ ഒരു ടെക്നിക്ക് ഓർമ്മയില്ലേ ക്ലാസ്സിൽ പറഞ്ഞു തന്നെ, ആ കൊഹറൻസ് ആയിരിക്കണം സോഴ്സ്. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ആ 2 കണ്ടീഷൻ ചെയ്താൽ 1 മാർക്ക് ഓക്കെ. ഓക്കെ. രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് വരാം. നല്ലൊരു പ്രോബ്ലമാണ്. അത് ചെയ്തേക്ക് നമുക്ക് നോക്കാം. ഇത് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ യങ്സ് മോഡൽസ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ 0.28 മീറ്റർ. സ്ലിറ്റുകൾ തമ്മിലുള്ള ദൂരം എന്താണ്? 0.28 മീറ്റർ ആണ്. ഓക്കെ, എന്നാൽ നോക്കാം, പ്രോബ്ലം നോക്കാം. ഇൻ യങ്സ് മോഡൽസ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ, സ്ലിറ്റുകളുടെ ഇടയിലുള്ള ദൂരം, എന്നാൽ സ്ലിറ്റുകളുടെ ഇടയിലുള്ള ഈ ചെറിയൊരു d ഈസ് ഈക്വൽ ടു എന്താ? 0.28 mm. അടുത്ത്, ആൻഡ് ദ സ്ക്രീൻ പ്ലേസ്ഡ് അറ്റ് 1.4 മീറ്റർ. സ്ക്രീൻ വലിയ d 1.4 മീറ്റർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആൻഡ് ദ ഫോർത്ത് ഫ്രിഞ്ച് ഈസ് 1.2. ഡിറ്റർമൈൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ലാംഡ കണ്ടുപിടിക്കുക. നമുക്കറിയാം ഇക്വേഷൻ എന്താ? ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി എന്നുള്ള വായിച്ചിട്ട് എഴുതാം. ബാൻഡ് വിഡ്ത്ത് ആണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ്റെ പേര്? ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്താ? ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ഈ ഇക്വേഷൻ ഇതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. എന്താണ് ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അറിയാവുന്ന ഇക്വേഷൻ ബാൻഡ് വിഡ്ത്തിൻ്റെ ബീറ്റ ഈസ് ലാംഡ സ്മാൾ ഡി ബൈ ഡി. സ്മാൾ ഡി എന്ന് പറഞ്ഞാൽ എന്താ? സ്ലിറ്റുകളുടെ ഇടയിലുള്ള ദൂരം. അത് ക്യാപിറ്റൽ ഡി നമുക്കറിയാം 1.4 മീറ്റർ. ലാംഡ ആണ് കണ്ടുപിടിക്കേണ്ടത്, ബീറ്റ. പക്ഷെ ബീറ്റ ബാൻഡ് വിഡ്ത്ത് തമ്മിലില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ക്ലൂ പറയുന്നുണ്ട്. എന്താണ്? സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചും എന്താണ് ഫോർത്ത് ഫ്രിഞ്ചും തമ്മിലുള്ള ദൂരം 1.2 മീറ്റർ എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് എക്സ് ഈസ് ഈക്വൽ ടു എൻ ബീറ്റ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എക്സ് എന്താ? 1.2 സെൻറ്റിമീറ്റർ, എൻ 4 ബീറ്റ കണ്ടുപിടിക്കുക. ആ കിട്ടിയ ബീറ്റ എടുത്ത് ഈ ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെ ചെയ്യേണ്ടത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. യങ്സ് മോഡൽസിൻ്റെ പ്രോബ്ലം തന്നിട്ടുണ്ട്. സ്ലിറ്റുകൾ തമ്മിലുള്ള ചെറിയ ഡി സ്മാൾ ഡി തന്നിട്ടുണ്ട്. സ്ക്രീനും സോഴ്സിനുള്ള ദൂരം 1.4 മീറ്റർ തന്നിട്ടുണ്ട്. ലാംഡ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ബീറ്റ ഈക്വൽ ലാംഡ സ്മാൾ ഡി ബൈ ഡി. ക്യാപിറ്റൽ ഡി ആണ്. സ്മാൾ ഡി അറിയാം, ക്യാപിറ്റൽ ഡി ഉണ്ട്, ലാംഡ കണ്ടുപിടിക്കണം. ബീറ്റ നമുക്ക് അറിയില്ല. പക്ഷേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചും ഫോർത്ത് ഫ്രിഞ്ചും തമ്മിലുള്ള ദൂരം 1.2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് വെച്ച് എക്സ് ഈസ് ഈക്വൽ ടു എൻ ബീറ്റ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എൻ ലാംഡ എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്ന് നമുക്ക് എന്താ ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. ആ ബീറ്റ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് ഉത്തരം കിട്ടും. ഇതാണ് ആ 2 മാർക്ക്. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഗ്രാനിൽ പഠിച്ചതാണ്. എന്താണ് ഇങ്ങനൊരു പ്രോബ്ലം? ഈ യങ്സ് മോഡൽസിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് എന്താ പറയുന്നത്? വൈ ഈസ് ഈക്വൽ ടു എൻ ലാംഡ ബൈ ഡി എന്ന് പറഞ്ഞ ഇത് ബീറ്റ ഇക്വേഷൻ ആണ് പഠിച്ചത്. വൈയുടെ സ്പ്ലിറ്റിൻ്റെ ഡിസ്റ്റൻസ് എന്താ? സ്മാൾ ഡി 1.5 ഡിസ്റ്റൻസും സ്പ്ലിറ്റിൻ്റെത് 0.56ഉം. നമ്മൾ ഈ സെയിം ഇക്വേഷൻ പ്ലേസ് സ്മാൾ ഡി ക്യാപിറ്റൽ ഡി ഇതേ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് വെറും കേക്ക് വാൾക്കാണ് നമുക്കിത് കാണുമ്പോൾ. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ സെയിം ഫോർമാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചതാണ്, ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അതപ്പോൾ ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താ? റൈറ്റ് എനി വൺ യൂസ് ഓഫ് മൈക്രോവേവ്സ്. നമ്മൾ പഠിച്ച ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ എല്ലാ വേവ്സിൻ്റെയും ഫംഗ്ഷൻസും അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ സോഴ്സും അതിൻ്റെ ആപ്ലിക്കേഷൻസും പഠിച്ചാണ്. അപ്പോൾ മൈക്രോവേവിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? 1 യൂസിൽ നമുക്ക് വേണമെങ്കിൽ 2-3 യൂസ് പറയാം. മൈക്രോവേവിൻ്റെ എന്താ? കുക്കിങ്ങിന് ഉപയോഗിക്കും. പിന്നെന്താ? റഡാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കും, റഡാറിൽ ഉപയോഗിക്കും. ഓക്കെ, മൈക്രോവേവ് ഓവണിൽ ഉപയോഗിക്കും. ഈ നമ്മളിത് ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാണ്. നമ്മൾ ഇൻഫ്രാറെഡിൻ്റെയും മൈക്രോവേവിൻ്റെയും IR-ൻ്റെയും UV-യുടെയൊക്കെ ആപ്ലിക്കേഷൻസ് പഠിച്ചാണ്. ഇൻഫ്രാറെഡ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? നാവിഗേഷൻ ഉപയോഗിക്കുന്നുണ്ട്, ഡിറ്റക്ടറി ഇൻഫ്രാറെഡ് ലാംപ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, എയർപോർട്ടിൽ ക്ലിയർ ഫോഗ് മിസ്റ്റിന് ഉപയോഗിക്കുന്നുണ്ട്. റേഡിയോ വേവ്സ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്, സെല്ലുലാർ മൊബൈൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കണ്ടനാണ്. അപ്പോൾ അതിൽ നിന്നൊരു മൈക്രോവേവിന് എന്ത് പറയാം? 1 യൂസ് എന്താ? കുക്കിംഗ് എഴുതാം, റഡാർ സിസ്റ്റം എഴുതാം, ഏത് വേണം എഴുതാം. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കുഴപ്പിക്കുന്നത്. കാണുമ്പോൾ എന്തോ വലുതായിട്ട് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ അറിഞ്ഞ ഒരു സിമ്പിൾ ഇക്വേഷൻ, ഒരു ഫിസിക്സിൽ MA പോലെ പറഞ്ഞ സിമ്പിൾ ഇക്വേഷൻ ആണത്. അറിയാമെങ്കിൽ സിമ്പിൾ കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് ഫ്രീക്വൻസി 25 MHz ഉണ്ട്. ആൻഡ് ഇൻ ഫ്രീ സ്പേസ് അലോങ് x direction അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഇൻ സ്പേസ് ആൻഡ് ടൈം E = 6.3. വാട്ട് ഇസ് ദ B? സിമ്പിൾ ക്വസ്റ്റ്യൻ. ആ ഇക്വേഷൻ മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് സെയിം പ്രോബ്ലം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. B = E/C. ഇതാണ് ഇക്വേഷൻ. ഇവിടെ E തന്നിട്ടുണ്ട്, B കണ്ടുപിടിക്കണം.
ഇയുടെ വാല്യൂ എന്താ 6.3, സിയുടെ വാല്യൂ എന്താ 3 × 10⁸. ഇതിന് ഉത്തരം കിട്ടും 2.1 സംതിങ് എന്തോ കിട്ടും. ഇതാണ് ഇത്. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ് ഈ കാണിച്ചേക്കുന്നത്. ക്ലാസ്സിന് ഡയറക്ഷൻ കൂടെ വെച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ ജെ ഡയറക്ഷനിലും IJK അറിയാമല്ലോ, നമ്മൾ ആ ഓർത്തോഗണലിനകത്ത് XY ഡയറക്ഷനിൽ ഇലക്ട്രിക്കും മാഗ്നറ്റിക് വരുമ്പം മറ്റേ ഡയറക്ഷനിലും തേർഡ് ഡയറക്ഷനിൽ ഇലക്ട്രോമാഗ്നറ്റിക് പോകുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. ആ ഡയറക്ഷൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. ഈ സെയിം ക്വസ്റ്റ്യൻ ഇതാണ് ഇക്വേഷൻ. B = E/C. E തന്നിട്ടുണ്ട്, B കണ്ടുപിടിക്കണം. എങ്ങനെയാ? സിയുടെ E B, ഇയുടെ ഇക്വേഷൻ എന്താ 6.3 × 3 × 10⁸. ക്ലിയർ സബ്സ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് അടിച്ചെടുക്കുക, ഉത്തരം കിട്ടുക. ഒരു 30 സെക്കൻഡിനുള്ളിൽ കിട്ടുന്ന ഒരു ഉത്തരമാണത്. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും വൺ ഓഫ് ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കണം. അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ? 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് 2 മാർക്കിനും ഇത് ഓരോ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പേടി തോന്നുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എന്നാൽ കാഴ്ചയിൽ ഒന്ന് സ്കിം ചെയ്ത് നോക്കുമ്പോൾ കാണുമ്പോൾ പേടി തോന്നുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വെറും 1 വേർഡിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു സിമ്പിൾ എന്നാൽ കണ്ട പേടി തോന്നുന്നത് വലുതാന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതെങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നോക്കിയോ. 3 cells having EMF E1, E2 and E3 having Indian resistance R1, R2 and R3. ഈ ഇങ്ങനെ സീരീസ് ഇത് ഇങ്ങനെ അടുപ്പിച്ച് കണക്ട് ചെയ്യുന്നത് എന്താ പറയുന്നത്? സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കണ്ടോ, ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ മാത്രം അളിയനെ മാറ്റി വെച്ചേക്കാണ്. അത് കണ്ട ഈ ക്വസ്റ്റ്യൻ ശരിയായി. അത് കണ്ടില്ലെങ്കിൽ മാർക്ക് പോയി. അതിങ്ങനെ എഴുതി വെച്ചാൽ E1 - E2 + E3 ഈ എഫക്റ്റീവ്. അതാണെങ്കിൽ ഓർഡറിൽ E1 + E3 -E2. ഇത് എഫക്റ്റീവ് എന്താണ്? എഫക്റ്റീവ് EMF കിട്ടി, 1 മാർക്ക്. ഓക്കെ, ഇനി എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ? R എഫക്റ്റീവ് എന്താ? R1 + R2 + R3. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഓക്കെ കിട്ടിയല്ലോ. അടുത്തത് ഇനി ഇത് ഡയഗ്രാം കാണുമ്പോൾ എന്താ? ഒരു വലിയ സർക്യൂട്ട് കാണുന്നുണ്ട്. ഇവിടെ 3, 30, 30. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്ലൈ ജംഗ്ഷൻ റൂൾ അറ്റ് A എന്ന് പറഞ്ഞ പോയിന്റ് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് ജംഗ്ഷൻ റൂൾ? ജംഗ്ഷൻ റൂൾ അറിഞ്ഞിരുന്നാൽ ഇത് നോക്കി പറയാം. എന്താണ് ജംഗ്ഷൻ റൂൾ? ഒന്നുമില്ല. ഒരു ജംഗ്ഷൻ, ഒരു നോഡിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നത് ലീവ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. എന്താണ് ആ തിയറി? എന്താണ് ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു നോഡിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നത് ലീവ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. ഈ നോഡിൽ കറണ്ട് എൻ്റർ ചെയ്തത് I3, ലീവ് ചെയ്യുന്നത് I1 + I2. എന്താണ് ഇത്രയേ ഉള്ളൂ. ഇതെന്താ? I3 = I1 + I2. സിമ്പിൾ കാര്യം. ഓക്കെ, ജംഗ്ഷൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത് എന്താണ്? I3 കറണ്ട് എൻട്രിങ് ഇൻ ദ നോഡ് = കറണ്ട് ലീവിങ് ദ നോഡ്. അത് സെയിം ആയിരിക്കും. എൻട്രി ചെയ്യുന്ന കറണ്ട് I3 അത് തന്നെ ആയിരിക്കും. ഈ എൻട്രി ചെയ്യുന്ന I3 ആണല്ലോ I1 I2 ആയിട്ട് പോകുന്നത്. അപ്പോൾ I3 = I1 + I2. അതാണ് ജംഗ്ഷൻ റൂൾ. രണ്ടാമത്തെ, അപ്ലൈ ദ ലൂപ്പ് റൂൾ. ആയിട്ട് ലൂപ്പ് ABDH ഈ സർക്യൂട്ടിൽ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. അതാ 45 വോൾട്ട് ഉണ്ട്. V = IR അറിയാലോ. അപ്പോൾ ഈ റെസിസ്റ്ററിനകത്ത് വോൾട്ട് എന്താ? I എന്താ? കറണ്ട് റെസിസ്റ്റൻസ് 1, കറണ്ട് എന്താ? I3 ആണ്. അപ്പോൾ എന്താ? I3 × 1 എന്താ? I3 പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ് കറണ്ട് എത്ര? I3. റെസിസ്റ്റൻസ് എത്ര? 40 Ω. അപ്പോൾ എന്താ? 40 I3 പ്ലസ് ഇവിടെ കറണ്ട് എന്താ? I1 ആണ്. 30 Ωൽ കറണ്ട് I1 ആണ്. അവിടുത്തെ റെസിസ്റ്റൻസ് എത്ര? 30. അപ്പോൾ 30 I1 ഇതൊരു സൈഡ് = എന്താ? സെല്ലിൽ എത്ര? 45 വോൾട്ട്. ഇത് എഴുതി വെച്ചാൽ 1 മാർക്കാണ്. സിമ്പിൾ കാര്യം. ഇതാണ് ലൂപ്പ് റൂൾ. ഇത്രയേ ഉള്ളൂ. കണ്ട സിമ്പിൾ 1 ലൈനിൽ എഴുതാം. ഇത് തിരിഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ മൈനസ് വരും. E1 - E2 R1 + R2 + R3 ഇതിന് ഉത്തരം. ഈ സർക്യൂട്ട് ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നോഡിൽ കറണ്ട് എൻ്റർ ചെയ്യുന്ന ലീവ് ചെയ്യുന്ന സെയിം ആയിരിക്കും. അപ്പോൾ I3 = I1 + I2. ഇത് കിട്ടിയല്ലോ. ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ആ ലൂപ്പ് മാത്രം കൺസിഡർ ചെയ്യുക. ഈ റെസിസ്റ്ററിൽ V = IR, കറണ്ട് എന്താ? I1. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ക്വസ്റ്റിനകത്ത് ഇത് ഇത്ര വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെറും 1 വേർഡ് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ പറഞ്ഞു. ഇത് E2 തിരിഞ്ഞ് നിന്നുകൊണ്ട് ഇവിടെ -I. ഇന്ത്യൻ റെസിസ്റ്റൻസ് R1 + R2 + R3. ലൂപ്പിനകത്ത് വരുമ്പോൾ സർക്യൂട്ട് വരുമ്പോൾ എന്താ? ജംഗ്ഷൻ റൂളിനകത്ത് എന്താ? കറണ്ട് എൻ്ററിങ് ദ നോഡ് = കറണ്ട് ലീവിങ് ദ റോഡ്. I3 = I1 + I2 കിട്ടിയല്ലോ. ലൂപ്പ് റൂൾ ഈ ലൂപ്പ് മാത്രം നോക്കുക. ഈ റെസിസ്റ്ററിനകത്തുള്ള കറണ്ട് VIR കറണ്ടും റെസിസ്റ്റൻസും 1 × I3 ആണ് കറണ്ട്. I3 4 I3 40 × I3 എന്താ? അവിടുത്തെ റെസിസ്റ്റൻസ് R, കറണ്ട് I.
30 ഇവിടുത്തെ കറണ്ട് I1 ആണ്. അപ്പോൾ 30 I1 ഈസ് ഈക്വൽ ടു ദ വോൾട്ട് 45 വോൾട്ട്. അത്രയാണ് 1.1 ഇത്. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിറൈവ് സ്റ്റെൻസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ്സ് യൂസിങ് ഹൈഗൺസ് പ്രിൻസിപ്പിൾ. ഹൈഗൺസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് സ്റ്റെൻസ് ലോ റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യുക. നമ്മൾ റിഫ്രാക്ഷൻ്റെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ വെച്ച് സ്റ്റെൻസ് ലോ ഡയറക്റ്റ് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഡെറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈഗൺസ് പ്രിൻസിപ്പിളിലേക്ക് വരുമ്പോൾ ഡയഗ്രാം മസ്റ്റ് ഡയഗ്രാം ഇല്ലെങ്കിൽ പകുതി മാർക്ക് അല്ലെങ്കിൽ ഒരു 1/3 മാർക്ക് പോകും. ഡയഗ്രാം വെച്ചാൽ പറ്റും. ഡയഗ്രാം നമ്മൾ വരയ്ക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇതൊരു വേവ് ഫ്രണ്ടാണ് വരുന്നത്. ഇതൊരു വേവ് ഫ്രണ്ട് വരുന്നു, ഹിറ്റ് ചെയ്യുന്നു. ഇവിടെ എന്താ നോർമലിലേക്ക് ഈ വേവ് കുറച്ച് നേരത്തെ ഡീവിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ വേവ് വീണ്ടും ഇത്രയും ദൂരം തന്നെ മൂവ് ചെയ്യേണ്ടത് V1T നമ്മൾ പഠിച്ച ക്ലാസ്സിൽ. പിന്നെ നമ്മൾ ഹൈഗൺസ് പഠിക്കുമ്പം ഈ ഒരു ആർക്ക് ഇവിടെ ഒരു കോമ്പസ് കുത്തി ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കണമെന്നൊക്കെ പഠിച്ച ക്ലാസ്സിൽ പറഞ്ഞ ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ പറഞ്ഞിരുന്നു. ഡയഗ്രാം ഈസ് വെരി മസ്റ്റ്. ഓക്കെ. ഇനി സ്നെൽസ് ലോയിലേക്ക് വരുമ്പോൾ എന്താ സ്നെൽസ് ലോ എന്താണ്? സ്നെൽസ് ലോയ്ക്ക് നമ്മൾ ഇപ്പോൾ ഇതിനെ ട്രയാങ്കിൾ വെച്ച് നമ്മൾ കൺസിഡർ ABC ആയിട്ടും ഒക്കെ നമുക്ക് എടുത്തിട്ട് നമ്മൾ എന്താ sin I ഈസ് ഈക്വൽ ടു V1T ആകും. sin 2 എന്ന് പറഞ്ഞാൽ sin R sin R എന്നുള്ളത് V2T ആയിട്ട് എടുക്കും. sin I ബൈ sin R V1/T ആവും. അപ്പോൾ V1/V2 N2/N1 എന്ന് കിട്ടും. ഇത് നമ്മൾ ചേർത്തിട്ട് എന്താ sin I ബൈ sin R ഈസ് ഈക്വൽ ടു N2/N1. ഇതാണ് സ്നെൽസ് ലോ. ഇത് എഴുതിയ 5 മാർക്ക് പക്ക. ഈ 5 മാർക്കിൽ 2 മാർക്ക് ഡയഗ്രത്താണ്. ഈ ഡയഗ്രം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ 5 മാർക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈഗൺസ് പ്രിൻസിപ്പിൾ എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ ഡയഗ്രാം വേവ് ഫ്രണ്ട് വെച്ചിട്ട് ഡയഗ്രാം വരയ്ക്കണം. വേവ് ഫ്രണ്ട് വെച്ചിട്ട് ഈ കർവ് കാണിക്കണം മസ്റ്റ്. ഡയഗ്രാം ഓക്കെ. ഇനി അടുത്ത 3 മാർക്കിന് ഡെറിവേഷൻ വരുന്നത്. ഡെറിവേഷൻ വരുമ്പോൾ നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ABC എന്നും രണ്ടാം ഡയഗ്രാം കൺസിഡർ ചെയ്യുന്ന എഴുതാം. sin I V1T sin 2 ജസ്റ്റ് ബേസിക് ഫാക്ട്സ് എഴുതി. എന്നിട്ട് നമ്മളിത് എന്താണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് ഇക്വേഷൻ sin I ബൈ sin R sin I ബൈ sin R N2/N1. ദിസ് ഈസ് കോൾഡ് സ്റ്റെൻസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എഴുതുക. ഉത്തരം കിട്ടുക. 5 മാർക്ക് പക്ക. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ എഴുതണമെന്ന് മനസ്സിലായി. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ നോർമൽ ക്ലാസ് അല്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് ആ മാർക്ക് ഡിവിഷൻ വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. നിങ്ങൾക്ക് കത്തിയെന്ന് വിചാരിക്കുന്നു. ഡയഗ്രാം ബേസിക് ഫാക്ട്സ് എഴുതുക, സിംപ്ലിഫിക്കേഷൻ ചെയ്യുക, ലാസ്റ്റ് ഇക്വേഷൻ എഴുതുക. ഇതാണ് എൻ്റെ ഒരു ലോജിക്ക്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ഡിറൈവ് ദ റിലേഷൻഷിപ്പ് കണക്ട് ഫോക്കൽ എന്ന റേഡിയസ് ഓഫ് കർവേച്ചർ. എഫും റേഡിയസ് ഓഫ് കർവേച്ചർ തമ്മിലുള്ള ഇക്വേഷൻ ഇതാ. ആ ഇക്വേഷൻ നമ്മൾ മനസ്സിൽ പോകുന്നതാണ്. R ഈസ് ഈക്വൽ 2F. അതാണ് ഇക്വേഷൻ. അതെല്ലാവർക്കും അറിയാം. സിമ്പിൾ ഇക്വേഷൻ. പക്ഷേ ഡെറൈവ് ചെയ്യാൻ പഠിക്കണം. അതെങ്ങനെയാണ്? യൂസിങ് എ സ്ഫെറിക്കൽ മിറർ യൂസ് ചെയ്യണം. അപ്പോൾ സ്ഫെറിക്കൽ മിററിൻ്റെ ഡയഗ്രാം വരയ്ക്കണം. അതാണ് ഇതിൻ്റെ 2 മാർക്കിൽ 1 മാർക്ക് അതിലായിരിക്കുന്നത്. സ്ഫെറിക്കൽ സർഫസ് വരയ്ക്കുക. ഒരു ലൈൻ ഒബ്ജക്റ്റ് വീഴുന്നു, ആംഗിൾ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, ആംഗിൾ 2θ എഴുതുന്നുണ്ട്. R നോട്ട് ചെയ്യണം, ഫോക്കസ് നോട്ട് ചെയ്യണം. ഇത്രയും ഈ ഡയഗ്രത്തിൽ വരണം. ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം മസ്റ്റാണ്. 1 മാർക്കോളം വരാം. ഇനി ഇതിനകത്ത് ഈ തീറ്റ വെച്ചിട്ട് നമ്മൾ പൈതഗോറസ് സൈൻ തീറ്റ വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ഫാക്ടർ ചെയ്ത് ഡിറൈവ് ചെയ്ത് വരും. 2θ എടുക്കും. നമ്മൾ സൈനിൻ്റെ ആവശ്യമില്ല, ചെറിയ വാല്യൂസാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ R ഈസ് 2F വരും. ഇത് ഒരു 1/2 മാർക്ക്, ഇക്വേഷൻ 1/2 മാർക്കും ഇതൊരു 1 മാർക്കും സംഭവങ്ങൾ വരും. ഇതിനിടയിലുള്ള ഒരു ഡിഡക്ഷൻ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതാണ് അതിൻ്റെ സ്പ്ലിറ്റ് വരുന്നത്. ആ 2 മാർക്ക് ഇങ്ങനെ ഡീൽ ചെയ്യേണ്ടത്. എന്താണ്? ഒരു സ്പെറിക്കൽ മിററിനകത്ത് റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ നിന്ന് നമ്മൾ റിലേഷൻ എഴുതേണ്ടത്. റിലേഷൻ R 2F നമ്മൾ മൈൻഡിൽ വരുമായിരിക്കും. പക്ഷെ അതിന് ഈ ഡയഗ്രാം വരയ്ക്കണം. ക്ഷമയോടെ വരച്ച് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇപ്പോൾ എത്ര വന്ന് കോമൺ മൈക്രോസ്കോപ്പ് വരയ്ക്കേണ്ട വന്നു. ടൈം കൺസ്യൂമിങ് ആണ്, വരച്ച് പഠിക്കണം. ഇനി ഫൈനൽ എക്സാമിൽ അത് ചോദിക്കാം. അല്ല ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് വെച്ചതും ബിറ്റ്വീൻ ഫോക്കസ് F1 and F2 വെക്കുന്നതിൻ്റെയൊക്കെ ഡയഗ്രങ്ങൾ വരച്ച് പഠിച്ചേ പറ്റത്തുള്ളൂ. ഫേസ് ഡയഗ്രാം, ആൾട്ടർനേറ്റീവ് കറണ്ടിലെ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചു. അത് വരച്ച് പഠിക്കണം. സ്പെറിക്കൽ മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ വരയ്ക്കാൻ ചോദിച്ചു. ഹൈഗൺസ് പ്രിൻസിപ്പിളിൻ്റെ ലോ ഓഫ് റിഫ്രാക്ഷനകത്ത് വരയ്ക്കാൻ ചോദിച്ചു. അപ്പം വരച്ച് പഠിച്ചേ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഫൈനൽ എക്സാംസിലേക്ക് നല്ലോണം ഡയഗ്രാംസ് വരച്ച് പഠിച്ച് ക്ലിയർ ആയിരിക്കണം. അതാണ് ഇതിൻ്റെ ലോജിക്ക് നമ്മൾ എടുക്കേണ്ടത്. 2ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് F1 30 സെൻറ്റിമീറ്റർ. നമ്മൾ പ്രോബ്ലം ആണെങ്കിൽ കണ്ടന്റ് എടുത്ത് എഴുതണം. F1 30 സെൻറ്റിമീറ്റർ ആൻഡ് വിത്ത് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. Is the system a converging or diverging lens? Ignore the thickness of the lens. ലെൻസിൻ്റെ തിക്നെസ് മൈൻഡ് ചെയ്യേണ്ട. 2 ഫോക്കസ് ഉണ്ട്, F1 ഉം F2. എന്നിട്ട് പറയുന്നു ഇത് നമ്മൾ ഫൈനൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ഇത് കൺവെർജിങ് ആണോ ഡൈവർജിങ് ആണോ എന്ന് കണ്ടുപിടിക്കുക. എന്താണ് ഇക്വേഷൻ? 1/F ഈസ് ഈക്വൽ ടു
1/f1 + f2. അപ്പോൾ എന്താ f1 f2/f1 + f2 എന്ന് എഴുതും. ഇതിനകത്ത് ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ ഏതാണ് -20 എന്നാണ്, ഇത് -20 വരും. കാരണം എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നത്. അത് കാരണം എന്താണ് ഇതിന് ലാസ്റ്റ് ഉത്തരം എന്ത് ചെയ്യണം, ഇത് സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. ഇതിനകത്ത് അറിഞ്ഞിരിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം ലാസ്റ്റ് നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് ആണെങ്കിൽ അത് എന്ത് തരം ലെൻസാണ്? ഡൈവർജിങ് ലെൻസാണ്. അതാണ് അതിൻ്റെ ക്യാച്ച്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് 2 ഫോക്കസ് f1 f2 ഉണ്ട്. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒന്ന് എടുത്ത് എഴുതിയിരിക്കണം. ഇത് 1/2 മാർക്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എടുത്ത് എഴുതിയിരിക്കണം, മസ്റ്റ് എടുത്ത് എഴുതിയിരിക്കണം. അടുത്ത ഇക്വേഷൻ എഴുതേണ്ടത് ഒരു 1/2 മാർക്ക്. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ ചെയ്യും. കിട്ടുന്ന നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ അത് ഡൈവർജിങ് എടുത്ത് എഴുതണം. അതിന് 1/2 മാർക്ക്. കാരണം എന്താ? അതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എഫ് കണ്ടുപിടിക്കാനല്ല ചോദിച്ചത്, അത് കൺവെർജിങ് ആണോ ഡൈവർജിങ് ആണെന്ന് എഴുതാണ് ചോദിച്ചത്. അപ്പോൾ എന്താ, നെഗറ്റീവ് ആണെങ്കിൽ ഡൈവർജിങ് ആണെന്ന് എഴുതാൻ പറയണം. അതാണ് അതിൻ്റെ ഡിമാൻഡ്. ഈ ക്വസ്റ്റ്യൻ ഡിമാൻഡ് അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ 2 എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ. നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അത്യാവശ്യം നല്ല ടൈം എടുത്ത് പറഞ്ഞ പോർഷനാണ് എന്താണ് ലോസസിൻ്റെ ഫോട്ട്. നമ്മൾ 2 ലോസ് എഴുതിയാൽ മതി. ഇവിടെ എന്നാൽ 2 ലോസ് എഴുതിയാൽ മതി. നമ്മളൊരു 3-4 ലോസ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആ ലോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? റെസിസ്റ്റൻസ് ലോസ് ഉണ്ട്, ഹീറ്റിംഗ് കാരണം ലോസ് ആവുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ട്, എഡി കറന്റ് ലോസ് ഉണ്ട്. അങ്ങനെ കുറേ ലോസ് നമ്മൾ പഠിച്ചത്. നമുക്ക് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് സ്കിം ചെയ്ത് നോക്കാം. ഫ്ലക്സ് ലീക്കേജ് എന്ന് പറഞ്ഞാൽ എന്താ? പൂർ ഡിസൈൻ കാരണം നമ്മൾ ട്രാൻസ്ഫോമർ ഓർമ്മയില്ലേ, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കോയിൽ വരുമ്പം സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ആവുന്നൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് വൈൻഡ് കോയിൽ ചെയ്താത്തതുകൊണ്ട് ഫ്ലക്സ് ലീക്കേജ് കാരണം ഒരു ലോസ് ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യണം? അതിന് നല്ലോണം വൈൻഡിങ് ടുഗദർ ചെയ്താൽ അത് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എന്താ? ഹീറ്റിംഗ് ലോസ്. ഈ കറണ്ട് ട്രാൻസ്ഫർ കാരണം നമ്മൾ ഹീറ്റ് ലോസ് വഴി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പോവാം. അത് റെഡ്യൂസ് ചെയ്യാൻ തിക്നെസ്, വയർ തിക്നെസ് കൂട്ടുക നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെന്താ? എഡി കറണ്ട് ലോസ് കൊണ്ട് പഠിച്ചിരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് എഴുതേണ്ട പോയിന്റാണ്. ഇത് എഴുതണം. എഡി കറണ്ട് ലോസ് എങ്ങനെയാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്? ലാമിനേറ്റിംഗ് ദ കോഡ്. ലാമിനേഷൻ. ഓക്കെ. പിന്നെ നമ്മൾ ഇത്രയും പഠിച്ചത് 2 ലോസ് പറഞ്ഞാൽ മതി. എന്തൊക്കെ ലോസ് വേണ്ടത്? ഹീറ്റിംഗ് ലോസ് ഉണ്ട്, ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ട്, എഡി കറന്റ് ലോസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ലോസ് സിമ്പിൾ സാധനം. A 44 മൈക്രോ ഹെൻറി ഇൻഡക്ടർ ഈസ് കണക്റ്റഡ് ടു 220 വോൾട്ട് 50 ഹെർട്സ് or എക്സ് കപ്പിൾഡ്. ഡിറ്റർമൈൻ ദ RMS വാല്യൂ ഓഫ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അങ്ങനെയാണെങ്കിൽ RMS വാല്യൂ, കറണ്ടിൻ്റെ RMS വാല്യൂ കണ്ടുപിടിക്കുക. IRMS ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് IRMS കണ്ടുപിടിക്കേണ്ടത്? IRMS കണ്ടുപിടിക്കണം. എന്താണ്? V = IR അല്ലേ. അപ്പം IRMS = VRMS ബൈ എന്താണ് VRMS. ഇവിടുത്തെ എന്താ ഇൻഡക്ടർ ആയതുകൊണ്ട് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ആയിരിക്കും. ഓക്കെ, ഇതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് V നമ്മളതിലുണ്ട്, XL നമ്മളില്ല. XL എന്താ? റെസിസ്റ്റർ ആണ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയും. കപ്പാസിറ്റർ ആണെങ്കിൽ റിയാക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയും. ഇൻഡക്ടർ ആണെങ്കിൽ റിയാക്റ്റീവ് ഇൻഡക്റ്റൻസ് എന്ന് പറയും. അപ്പോൾ XL എന്താണ്? XL = എന്താ? ωL എന്ന് പറയാം. അപ്പോൾ അത് 2πfL എന്ന് എഴുതാം. ഒമേഗ അവിടെ ഇക്വേഷനാണ്. അപ്പോൾ അതിനകത്ത് 2π ഫ്രീക്വൻസി എന്തുണ്ട്? ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. 2π × ഫ്രീക്വൻസി 50 ഹെർട്സ്. ഇനി L എന്താ? L 44 മൈക്രോ ഹെൻറി. അവിടെ ശ്രദ്ധിക്കണം. MH ആണ്, മൈക്രോ ഹെൻറി ആണ്. മൈക്രോ ഹെൻറി എന്ന് പറഞ്ഞാൽ എന്താ? × 10⁻³ കൊടുക്കണം. 44 × 10⁻³ കൊടുക്കണം. അതാണ് അവിടുത്തെ പ്രത്യേകത. അത് ശ്രദ്ധിക്കണം. അത് എടുത്ത് ഇനി കൊടുത്താൽ മതി. 44 × 10⁻³ ഇത് കൊടുക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരം എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ IRMS കിട്ടും. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു സർക്യൂട്ട് ഇൻഡക്ടറിനകത്ത് എന്താ ഇന്ന വോൾട്ട് ഇന്ന ഫ്രീക്വൻസിയിൽ പോകുന്നുണ്ട്. അവിടുത്തെ IRMS കറണ്ട് RMS കണ്ടുപിടിക്കും. IRMS കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താ? VRMS ബൈ ഇൻഡക്റ്റീവ് XL. ഇപ്പോൾ XL നമ്മുടെ IRMS = VRMS ബൈ XL. XL എന്താണ് കണ്ടുപിടിക്കുന്നത്? നമ്മളെ കയ്യിലുണ്ട്, ഇതില്ല. അതെന്താ? 2πfL. F ഫ്രീക്വൻസി ക്വസ്റ്റ്യൻ ഉണ്ട്. L കണ്ടുപിടിക്കുക എന്താ ചെയ്യേണ്ടത്? L ഇത് ഉത്തരം 44 മൈക്രോ ഹെൻറി ആണ്. അത് × 10⁻³ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം കിട്ടുക. സിമ്പിളാണ്. ഇവിടെ എന്താ ഉത്തരം കിട്ടിയിട്ടുണ്ട്? എത്ര? 28 ആംപിയർ. അത് ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ, അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സെയിം മോഡൽ, വാല്യൂസ് മാറിയോ എന്ന് അറിയില്ല. സെയിം മോഡലാണ്. വാല്യൂസ് ചെറിയ മാറ്റമുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ആണ്. സെയിം ഇക്വേഷൻ. ഉത്തരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇക്വേഷനും കൺസെപ്റ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ,
നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ 26ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് സെക്ഷൻ 5 മാർക്കിന് വലിയ കടാകടിമരം നമ്മൾ നോക്കാൻ പോകും. ദ വർക്ക് പ്രിൻസിപ്പിൾ ഓഫ് എ സി ജനറേറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ, 1 മാർക്ക്. എന്താ വാട്ട് ഇസ് ദ വർക്ക് പ്രിൻസിപ്പിൾ ഓഫ് എ സി ജനറേറ്റർ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, EMI, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ EMI. സിമ്പിൾ, ആ 1 മാർക്ക് കിട്ടി. നമുക്ക് അതിലേക്ക് കിടക്കണ്ട. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം മസ്റ്റ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ സി ജനറേറ്റർ ആൻഡ് ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ EMF. എ സി ജനറേറ്ററിൻ്റെ ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ കൺസെപ്റ്റ് പറയുക, അതിൻ്റെ ഇക്വേഷൻ ഡെറിവ്. എത്ര മാർക്കാണ്? 4 മാർക്കാണ്. ചെറിയ പുള്ളിയല്ല. ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്താണ്? നോർത്ത് മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുക, ഈ ഒരു വിൻഡ് ഇത് ഷീൽഡ് വരയ്ക്കുക, ടർബൈൻ്റെ ഇത് വരയ്ക്കുക, എന്നിട്ട് ഓയിൽ റിങ്സ് വരയ്ക്കുക, ഇത് കോയിലെല്ലാം വരയ്ക്കുക. ഡയഗ്രാം ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രാം വെരി ഇമ്പോർട്ടൻറ്റ്, മസ്റ്റ്. ഇനി EMFൻ്റെ ഇക്വേഷൻ, ഇതിൻ്റെ കോയിൽ കട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിരുന്നു പറഞ്ഞല്ലോ. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്ത് പോകുമ്പോൾ കോയിൽ കട്ട് ചെയ്യുമ്പോൾ എന്താ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുകയും അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ എ സി ജനറേറ്റർ എന്താണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് പറയാം. ആ പ്രിൻസിപ്പിൾ ചെയ്താൽ ആ കൺസെപ്റ്റ് കാര്യങ്ങൾ വേർഡ്സ് ബൈ വേർഡ്സ് എഴുതി വെക്കാൻ പറ്റും, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്തത് EMF എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ E=N dΦ/dt. ഇത് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. ഇതാണ് സ്റ്റാർട്ടിങ് സാധനം, സ്റ്റാർട്ടിങ് ഇക്വേഷൻ ഇതാണ്. ഇതിൽ നിന്ന് ϕ cos ωt എഴുതാം. എന്നിട്ട് അതിൽ നിന്ന് E=-NBA ω sin ωt. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ. ഈ ഇക്വേഷൻ മസ്റ്റാണ്. എന്നിട്ട് E=E0 sin ωt. ഈ ഇക്വേഷനിലേക്ക് എത്തുക. ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്താണ്? E=-NBA ω sin ωt. അത് മറക്കരുത്, ആ ട്രാൻസ്ഫോമറിൻ്റെ സംഭവമാണ്. ഇത് എഴുതി വെക്കുമ്പോൾ എന്താണ്? ഇതിനൊരു 2 മാർക്കും ഈ ഡയഗ്രത്തിന് 1 മാർക്കും പിന്നെ ഇതിന് സ്റ്റാർട്ടിങ്ങിന് 1 മാർക്ക്, എല്ലാം ചേർത്ത് ആ എഴുതുന്ന റൈറ്റിങ്ങിന് 1 മാർക്കും, അങ്ങനെയാണ് ഡിവിഷൻ വരാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് അത്. ഇങ്ങനെ നല്ലൊരു ക്വസ്റ്റ്യാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യാണ്, അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യാണ്, പഠിച്ച് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യാണ്, ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യാണത്. ഓക്കെ, എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 27ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഇതാണ് ഞാൻ പറയും. ഇതാണ് ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ. ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ അത്ര ക്ലാരിറ്റി ഇല്ലാത്തവർ അറ്റംപ്റ്റ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് നോക്കാം. അറിയാം അത്രയും പക്കയാണ്, ഞാൻ അരച്ച് കലക്കി കുടിക്കുക പഠിച്ചിട്ട് വന്നിരിക്കുന്നതെങ്കിൽ ഇത് അറ്റംപ്റ്റ് ചെയ്യുക. പക്ഷെ അത്ര പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസും ചിലപ്പോൾ അറിയായിരിക്കും. ഇതൊരു ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ചെയ്യുക. ഞാനിത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. റൈറ്റ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ആംബിയർ സർക്യൂട്ടൽ തിയറം എന്നാണ്. ആംബിയർ സർക്യൂട്ടൽ തിയറിൻ്റെ ഇക്വേഷൻ എഴുതാം. അത് 1 മാർക്കാണ്, നിസ്സാര കാര്യം. പഠിച്ച ഒരാൾ എഴുതുന്നത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ BDL μ0 I ഇൻ്റഗ്രേറ്റഡ് I. ഇത് കിട്ടും. അതൊക്കെ ആംബിയർ സർക്യൂട്ടൽ തിയറി അറിയാമെങ്കിൽ എന്താ 1 മാർക്ക് എത്തും. ചിലപ്പോൾ അത് കണ്ടന്റ് വൈസ് എൻ്റെ ഒരു ഡെറിവേഷൻ പറയുമായിരിക്കും. അതാണ് നിൽക്കട്ടെ. ഇതിൻ്റെ മെയിൻ കളി ഇരിക്കാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യനിലാണ്. നോക്കാം. യൂസിങ് ബയോ-സാവർട്ട്സ് ലോ വെച്ച് ഡെറൈവ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ആക്സിയൽ പോയിന്റ് ഓഫ് കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ്. ഒരു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പിൻ്റെ ആക്സിയൽ ഡയറക്ഷനിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന് എന്താ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ആക്സിയൽ ഇക്വിലേറ്ററിലാണ്. ഇത് ആക്സിയൽ ലെവലിലോട്ട് പോകും, ഇത് ഇക്വിറ്റോറിയലിലോട്ട് പോകുന്ന രീതിയിൽ. ഇതാണ് അതിൻ്റെ ഒരു പൊസിഷനിങ്, ആക്സിയലും ഇക്വിറ്റോറിയലും. അത് നമ്മൾ ടെസ്റ്റ് പറഞ്ഞാണ്. ആക്സിയലിലേക്ക് വരുമ്പോൾ എന്താ, ഇത് കറണ്ട് ക്യാരിങ് ലൂപ്പാണ്. ഇത് എക്സ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, R ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഇവിടെ എന്താ DB മാഗ്നറ്റ് ഉണ്ട്. ഇത് നമ്മൾ DB cos θ എന്ന് പറയാം, ഇത് DB sin θ എന്ന് പറയാം. ഇതിൻ്റെ DB sin θ ഇതാണ്, DB cos θ ഇതാണ്. ഇത് ഈ ഡയഗ്രത്തിന് എന്തോ 1 മാർക്ക് അല്ലെങ്കിൽ 1.5 മാർക്ക് മസ്റ്റാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഡയഗ്രാം ഓക്കെ. നമ്മൾ ഇതിനെ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യണം. ഞാൻ കൺസിഡർ ചെയ്തിട്ട് നമ്മളിത് സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരണം. ഇതിൻ്റെ ഫൈനൽ ഇക്വേഷനാണിത്. B=μ0 2IA 4π √x² + R² 3/2. ഈ ഇക്വേഷനിലേക്ക് എത്തിക്കണം. ഇതിന് 1 മാർക്കുണ്ട്. ഇതിനിടയ്ക്കുള്ള ഒരു 1.5 മാർക്കിൻ്റെ പോർഷൻസ് സ്കിപ്പ് ചെയ്യുകയാണ്. അത് നിങ്ങൾ ക്ലാസ് 2 ടെസ്റ്റ് 2 റെഗുലർ ക്ലാസ് പഠിച്ചാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഏരിയ സമയം ഇതല്ല. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്രത്തിൻ്റെ ഒരു 1.5 മാർക്ക് ഇവിടെ നോക്കി. ഫൈനൽ ഇക്വേഷൻ 1 മാർക്ക്. ഇടയ്ക്കുള്ള സിംപ്ലിഫിക്കേഷൻ അത് എത്തിക്കണം. അതെങ്ങനെ കൺസിഡർ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്താണ് നമ്മൾ സോൾവ് ചെയ്തെത്തുന്നത്. അറിയുന്നവർ മാത്രം ഇത് ചെയ്യുക. പക്ക ക്ലാരിറ്റി ഉണ്ട്, ഇതെനിക്ക് എഴുതി എത്താൻ പറ്റും, സമയമുണ്ട്, ഞാൻ നല്ല മാനേജ് ചെയ്ത് പടമൊക്കെ വരച്ച് സെറ്റാണെന്നുള്ള ഉറപ്പുള്ളവർ മാത്രം ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇത് അൾട്ടർനേറ്റീവ് കറണ്ട് എന്നുള്ള ചാപ്റ്റർ ഒരു ടഫ് പോർഷനാണ്. നമ്മൾ ടെസ്റ്റ് 2 തന്നെ പ്ലസ് 2 ഒരു ടഫ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഫുൾ കണ്ടന്റ് ഇല്ലാത്ത ഫുൾ ഡെറിവേഷൻ കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യനാണ്. നോക്കാം.
യൂസിങ് ദ ഫേസർ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് LCR സർക്യൂട്ട് VL(E)(VAC എന്ന് പറഞ്ഞത് റിയാക്റ്റീവ് ഇൻഡക്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ റിയാക്റ്റീവ് കപ്പാസിറ്റൻസ്. ഡെറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദ ഇംപെഡൻസ്. എന്താണ് ഇംപെഡൻസ്? റെസിസ്റ്റൻസ്. അത് ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതിൻ്റെ ഫേസർ ഡയഗ്രാം എന്താ? ഇതാണ് ഫേസർ ഡയഗ്രാം. ഇതിനകത്ത് എന്താ ഇത് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ? ഇതാണ് ഇതിൻ്റെ ക്ലച്ച്. ഈ സാധനം അറിഞ്ഞാൽ ഇത് സാധനം ഇതായി. VL-ഉം VC ഓപ്പോസിറ്റ് വരും. VL ഇങ്ങനെ, VC ഇങ്ങനെ. VL ആണ് കൂടുതൽ. അപ്പോൾ 5 3 5 കൂടുതൽ. 5 - 3 നമ്മൾ എഴുതത്തുള്ളൂ, അല്ലെങ്കിൽ -3 + 5 എഴുതുമോ. അപ്പോൾ നമുക്ക് VL, അപ്പോൾ VL-ൻ്റെ അടുത്തേക്ക് ചെയ്യുമ്പോൾ VL - VC അതാണ് ഇവിടെ വരുന്നത്. ഇത് വലുതായതുകൊണ്ട് വരുന്ന ഇക്വേഷനാണ് VL - VC. അത് ശ്രദ്ധിക്കുക. അതെടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുക. ഈ ഡയഗ്രാം അത് ക്രാക്ക് ആവും. എന്നിട്ട് ഈ ഡയഗ്രാം ഒരു ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഇത് സെയിം ഡയറക്ഷൻ, ഇത് സെയിം ആയിരിക്കും. VL - VC വരും. എന്നിട്ട് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതങ്ങ് അടുത്ത് വരും. ഇവിടെ എന്താ? VL - VC എന്ന് എഴുതും. ഇവിടെ VR വരും. ഇത് I ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് V വരും. അതൊരു പൈതഗോറസ് തിയറം വെച്ച് എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ = ഓപ്പോസിറ്റ് സ്ക്വയർ പ്ലസ് അഡ്ജസൻറ്റ് സ്ക്വയർ എഴുതുക. അതെന്താ? V = VR സ്ക്വയർ പ്ലസ് VL - VC ദ ഹോൾ സ്ക്വയർ റൂട്ടിന് എഴുതാം. ഈ VR നമ്മളെന്താ? I സ്ക്വയർ R സ്ക്വയർ IR എന്ന് എഴുതാം. എന്താണ്? നമ്മളെ ഓംസ് ലോ ആണത്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് റിലേറ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. IXL = IXC. അതിനെല്ലാം മാറ്റിയിട്ട് എന്താ? ഇംപെഡൻസ്. ലാസ്റ്റ് I ആണ് ഇംപെഡൻസ്. എന്താണ്? ഇംപെഡൻസ് Z എന്നാണ് ഇംപെഡൻസിനെ പറയുന്നത്. ഇംപെഡൻസ് എങ്ങനെ എഴുതുന്നത്? ഇംപെഡൻസ് Z √R² പ്ലസ് XL - XC ദ ഹോൾ സ്ക്വയർ. ഇതിലേക്ക് എത്തണം. ഇതാണ് മെയിൻ ഇക്വേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് 3 മാർക്കാണ്. ആ ക്വസ്റ്റ്യൻ 3 മാർക്കാണ്. 3 മാർക്കിൽ എന്താണ്? ഡയഗ്രാം വരയ്ക്കുക. ഈ ഡയഗ്രാം ബോക്സ് വരയ്ക്കുക. ഇത് എഴുതണം. ഇതെന്താ എഴുതുന്നത്? ഇൻഡക്റ്റൻസ് ആണ് കൂടുതൽ, VL ആണ് കൂടുതൽ. അപ്പോൾ VL - VC എന്ന് എഴുതാം. ഇവിടെ VL - VC ഉണ്ട്, ഇവിടെ VL - VC ആയിരിക്കും. അതോ ട്രയാങ്കിളിലേക്ക് നമ്മൾ എത്തി. ആ ട്രയാങ്കിളിൽ നിന്ന് പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്തു. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഓംസ് ലോയുടെ എല്ലാ വാല്യൂസ് ഇട്ടിട്ട് നമ്മൾ ഇംപെഡൻസിൻ്റെ വാല്യൂ എഴുതി. ആ 3 മാർക്ക്. ഡയഗ്രത്തിന് 1 മാർക്ക്, ഈ കണ്ടൻറ്റിന് 1 മാർക്ക്, ഫൈനൽ ക്വസ്റ്റിന് 1 മാർക്ക്. അതാണ് 3 മാർക്കിൻ്റെ ഡിവിഷൻ. ഓക്കെ, അതിൽ സബ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 22 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സീരീസ് LCR സർക്യൂട്ട് കണ്ടിട്ട് വേരിയബിൾ ഫ്രീക്വൻസി 220 വോൾട്ട്. V എന്താണ്? 230 വോൾട്ട് ആണ്. L 5 ഹെൻറി ആണ്. C 80 ഹെൻറി ആണ്. R 140 ഹെൻറി. ഡിറ്റർമൈൻ സോഴ്സ് ഓഫ് ഫ്രീക്വൻസി ഇക്വേഷൻ എന്താണ് എഴുതുക? എന്താണ്? F = 1/2π × √LC. 1/√LC. ഇതാണ് ഇക്വേഷൻ, ഫ്രീക്വൻസി ഇക്വേഷൻ. അത് L-ൻ്റെ വാല്യൂ ഉണ്ട്, C-യുടെ വാല്യൂ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതാണ് ഇക്വേഷൻ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ആൾട്ടർനേറ്റീവ് കറണ്ട് ഡയറക്റ്റ് വെച്ച ക്വസ്റ്റ്യൻ ആണ്. ഫേസർ ഡയഗ്രാം വരച്ച് പഠിച്ച് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇംപെഡൻസ് ഇതിന് ചോദിക്കേണ്ടത് ഇംപെഡൻസ് തന്നെയാണ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞാണ് ഇംപെഡൻസ് നോക്കിയിട്ട് പോകണം എന്നുള്ളത്. അത് ഇവിടെ കറക്റ്റ് ആവും. രണ്ടാമത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിയുടെ LCR ഇക്വേഷൻ എന്താ? F = 1/2π. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ 2 മാർക്ക് സേഫ് ആണ്. ഈ ഇക്വേഷൻ അറിയാമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക അറിയാമെങ്കിൽ ഈ 2 മാർക്ക് കിട്ടും. ഈ 5 മാർക്ക് പക്കയാണ്. പക്ഷേ ആൾട്ടർനേറ്റീവ് കറണ്ട് എന്നുള്ള ചാപ്റ്റർ ആ ടഫ്നെസ് കൊണ്ടും ആ ഒരു രീതി കൊണ്ടും ആൾക്കാർ ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ കവർ ചെയ്ത് പോകുന്ന ചാപ്റ്ററാണ്. പക്ഷെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോയി ഈ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. നോക്കിക്കോ. ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് എ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ ഗ്ലാസ് പ്രിസം ആൻഡ് ഡെറൈവ് വിത്ത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. എന്തൊക്കെ നോക്കാം. ഒരു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് റേ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞേക്കും. എന്തൊക്കെയാണ് വേണ്ടത്? ആംഗിൾ ഓഫ് പ്രിസത്തിൻ്റെ ആംഗിൾ A, ആംഗിൾ ഓഫ് പ്രിസം A, പിന്നെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ D. ഇതൊക്കെ എന്താ വരയ്ക്കുന്നത്? നമ്മളൊരു പ്രിസം വരയ്ക്കണം. പ്രിസം വരച്ച് നമ്മളിങ്ങനെ വന്നു, റിഫ്രാക്റ്റ് ചെയ്തു, ലൈറ്റ് ഇങ്ങനെ പോയി, ഇവിടെ റിഫ്രാക്റ്റ് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇത് ഇങ്ങനെ പോകേണ്ട ലൈറ്റ് അല്ലേ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്ത്? ഇത് I, ഇത് R. ഇത് ഇങ്ങോട്ട് പോകേണ്ട ലൈറ്റ് അല്ലേ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തത്? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ഈ ഡിഫറൻസ് ആണ് ഡെൽറ്റ. ഇതാണ് ഒന്നുകൂടെ പറയാം. ഈ ആംഗിൾ, ഈ ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നു, ഇതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് എമർജൻറ്റ് റേ ആയിട്ട് പോയി. ഇത് എമർജൻറ്റ് റേ ആണ്. അപ്പോൾ ഇവിടുന്ന് നേരെ പോകേണ്ടത് റേ, ഇവിടുന്ന് ഈ റൈറ്റ് ഇങ്ങനെ വരേണ്ടതാണ് റേ. അപ്പോൾ അതുകൊണ്ട് ഡിഫറൻസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ. ഈ ആംഗിൾ ഓഫ് പ്രിസത്തിൻ്റെ ആംഗിളാണ് A. അതിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ = I + E - A. ഇത് എഴുതി വെച്ചാൽ ആ 4 മാർക്ക് സേഫ്. ഡയഗ്രാം വരയ്ക്കുക 2 മാർക്ക്, ഇക്വേഷൻ എഴുതുമ്പോൾ 1 മാർക്ക്, സിംപ്ലിഫിക്കേഷൻ 1 മാർക്ക് കിട്ടിയല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ
Draw the ray diagram of the prism draw the ray diagram of the prism corresponding to minimum deviation. ഈ പ്രശ്നത്തിൽ മിനിമം ഡീവിയേഷൻ വരെയുള്ള കണ്ടീഷൻ ആ മിനിമം ഡീവിയേഷൻ വരയ്ക്കുക എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് സബ് ക്വസ്റ്റ്യൻ മിനിമം ഡീവിയേഷൻ വരയ്ക്കുക. മിനിമം ഡീവിയേഷൻ വരയ്ക്കുന്നതിന് ഒരു കാര്യം ഇറങ്ങണം, ഒരു കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. എന്താണ് കണ്ടീഷൻ? ഐയും ഇയും സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസിഡൻറ്റ് റേയുടെ ആംഗിൾ എമർജൻറ്റ് റേയുടെ ആംഗിൾ സെയിം ആയിരിക്കണം. ആറും ആർട്ടും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് സെയിം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പ്രശ്നം വരുമ്പം ഇത് ഇങ്ങനെ വരുമ്പം ഈ ആംഗിളും സെയിം, ഐയും ഇയും സെയിം ആകുമ്പോൾ അവിടെ മിനിമം ഡീവിയേഷൻ വരും. അതാണ് മിനിമം ഡീവിയേഷൻ വരും. ഇതാണ് അവിടുത്തെ കീവേഡ്, മിനിമം ഡീവിയേഷൻ. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ. എന്താണ് പറയുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ്? ഒന്നാമത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ആംഗിൾ ഓഫ് പ്രിസം ആംഗിൾ ഓഫ് ഡീവിയേഷൻ വെച്ച് റേ ഡയഗ്രാം വരയ്ക്കുക. ആംഗിൾ ഓഫ് റേ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരച്ചിട്ട് ആ ഡീവിയേഷൻ ആംഗിൾ ഡെൽറ്റ കാണിക്കാൻ പറ്റണം. അതൊരു മാർക്ക്. രണ്ട് ഇക്വേഷനാണ്, ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ഈസ് ഈക്വൽ ടു മൈനസ് എ. ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം ഡീവിയേഷൻ കാണിക്കുന്ന ഡയഗ്രാം വരയ്ക്കുക. മിനിമം ഡീവിയേഷൻ വരയ്ക്കണമെങ്കിൽ എന്താ കണ്ടീഷൻ അറിയാം. എന്താണ് കണ്ടീഷൻ? ഇൻസിഡൻറ്റ് റേയുടെ ആംഗിളും എമർജൻറ്റ് റേയുടെ ആംഗിൾ സെയിം ആയിരിക്കണം. ഐ ഈസ് ഈക്വൽ ടു ഇ ആയിരിക്കണം. ഇടയ്ക്കുള്ള R1 ഈസ് ഈക്വൽ R2 R ആയിരിക്കണം. അങ്ങനെ അപ്പോഴാണ് മിനിമം ഡീവിയേഷൻ സംഭവിക്കുക. എന്നിട്ട് ഈ ഡയഗ്രാം വരച്ച് വെക്കുക. ആ 2 മാർക്ക്, ആ 1 മാർക്ക് സേഫ്. കിട്ടിയല്ലോ. ഐ ഈസ് ഈക്വൽ ടു ഇ. ഈ കണ്ടീഷൻ എഴുതി ഡയഗ്രാം വരച്ച് വെച്ചാൽ ഈ 1 മാർക്ക് ഓക്കെ. ഇപ്പോൾ ആക്ച്വലി ഇങ്ങനെ ആലോചിക്കുമ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം എന്താണ്, ഒരു ഈസിയും അല്ല, ഒരുപാട് ടഫും അല്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു നല്ല മാർക്കിൻ്റെ സ്കോർ, ഹൈ സ്കോർ എന്ന് പറഞ്ഞാൽ 90% പെർസെൻറ്റേജോളം മാർക്ക് സ്കോർ ചെയ്യുന്ന സംഭവം ഇതിനകത്തുണ്ട്. അത്യാവശ്യം നന്നായി പഠിച്ച് റിവൈസ് ചെയ്ത് പോയ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറായിരുന്നു. ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ അത് ലീവ് ചെയ്യാനും ചൂസ് ചെയ്യാനുള്ള വേറെ സബ് ക്വസ്റ്റ്യൻ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായി എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ചിലർക്ക് ഇത് വർക്കാവാത്തൊരു പേപ്പറാണെങ്കിൽ ഫൈനൽ പേപ്പറിലേക്ക് എന്താണ് സെറ്റാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതിൽ നിന്നുള്ള എറർ റെക്ടിഫൈ ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ക്ലാസ്സുമായിട്ട് ഇനിയും കാണാം. ടാറ്റ.